ബൈബിള് കണ്ടാൽ ഓടുന്നു എന്നും പറഞ്ഞു. ബൈബിള് കണ്ടാൽ ഓടേണ്ട ഒരു ഗതികേടും ഞങ്ങൾക്കില്ല. കാരണം ലജ്ജാകരമായ ഒരു കാര്യം വരുന്നിടത്താണ് ഓടുന്നത് ആളുകൾ. ഞങ്ങളുടെ ഗുരുവോ ഞങ്ങളുടെ അപ്പോസ്തലന്മാരോ സഭാചരിത്രത്തിലെ ശ്രദ്ധേയരായ ഏതെങ്കിലും ദൈവമക്കളോ മുഹമ്മദ് ജീവിച്ച പോലെ ജീവിക്കുകയോ ഒന്നും ആയിരുന്നില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഓടുന്നത്? ഓടാനൊരു കാരണം വേണമല്ലോ. എന്ത് കുറ്റവാളിയാണ് പോലീസിന്റെ മുമ്പിൽ നിന്നോ നിയമത്തിന്റെ മുമ്പിൽ നിന്നൊക്കെ ഓടുന്നത്? എത്ര ഓടിയാലും അവർ പിടിക്കപ്പെടുമെന്നാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത്. അപ്പൊ ഇതേപോലെ ഖുറാൻ ഇന്ന് പിടിക്കപ്പെട്ടിരിക്കുന്നു, മുഹമ്മദ് പിടിക്കപ്പെട്ടിരിക്കുന്നു, അപ്പോ അള്ളാഹു പിടിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കഴിവുമില്ലാത്ത, യാതൊരു ശേഷിയില്ലാത്ത, ഒരു സർവശക്തിയും പോയിട്ട് ഒന്നുമില്ലാത്തൊരു കാട്ടുവിഗ്രഹം മാത്രമാണത് എന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ്. മുഹമ്മദിന്റെ ഒരു റൂം ബോയ്, ആ പദമാണ് കറക്റ്റ്. അതിനപ്പുറത്ത് ഒരു അലങ്കാരവും അള്ളാഹു അർഹിക്കുന്നില്ല. ഒരു സർവശക്തന്റെ ജോലിയാണ് പോസ്റ്റ്മാന് അദ്ദേഹത്തിന്റെ ആലോചന കൊണ്ട് മനുഷ്യർ കൊടുക്കുന്ന താക്കീതുകാരന്റെ പെണ്ണ് കല്യാണം, പിന്നെ അവിടുത്തെ ബിരിയാണി, അതിനുശേഷം കൈ കഴുകിയിട്ട് കൈ എന്തെങ്ങനെ വൃത്തിയാക്കണം, ഇങ്ങനത്തെ ചെറുകിട ജോലി മുതൽ കിടപ്പറ രഹസ്യങ്ങൾ വരെ ചർച്ച ചെയ്യുക. ഇതാണ് ഒരു അത്യുന്നതന്റെ സർവശക്തൻ എന്നൊക്കെ പേരുള്ള ഒരാൾ ജോലിയായിട്ട് ഏറ്റെടുത്തത്. എന്നിട്ട് അതിലൂടെ മനുഷ്യരാശിയെ നയിക്കുക. അത്രയും ഹീനവും നിലപാടില്ലായ്മയുമുള്ള ഒരാള് ദൈവമാവില്ല. അത് വളരെ മറ്റൊരു കാര്യമാണ്. അള്ളാഹു ഏകനാവുന്നു എന്ന് പറയുന്ന ഇടത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദം ഉണ്ടല്ലോ, ഞങ്ങളത് കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി അഹദും വാഹിദും ചർച്ച ചെയ്തതാണ്. ഈ പദങ്ങൾ ഏത് അറബി വ്യാകരണ നിയമം വെച്ച് പഠിച്ചാലും കൃത്യമാണ്, ആർക്കും മനസ്സിലാകുന്ന വിധത്തിൽ അത് എക്സ്പ്ലെയിനബിൾ ആണ്. ഇന്നതൊന്നും ചർച്ച ചെയ്യാനുള്ള ഒരു ത്രാണി പോലും ഈ സുഹൃത്തുക്കൾക്കില്ല. ഇവർ പറയുന്നു ബൈബിള് ചർച്ച ആകുന്നിടത്ത് നിന്ന് നമ്മൾ ഓടുന്നു. ഞങ്ങളത് ചർച്ചയ്ക്ക് എടുക്കാൻ നമുക്ക് പേടിയൊന്നുമില്ല. നിങ്ങൾ ബൈബിളിൽ ചോദിച്ചാൽ ഞങ്ങൾ മറുപടി പറയുന്നുണ്ടല്ലോ. തിരിച്ചൊരു കാര്യം, ഈ ഖുറാന്റെ ആധികാരികത നിങ്ങൾ എവിടെങ്കിലും ക്രൈസ്തവരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ? എവിടെങ്കിലും വെച്ച്? അതിനുള്ള ധൈര്യം നിങ്ങൾ തന്നെ കാണിക്കാൻ. ഞങ്ങൾ എത്രയോ ഡിബേറ്റിൽ പങ്കെടുത്തിരിക്കുന്നു. നിങ്ങളുടെ ആധികാരികത തെളിയിക്കാൻ പറഞ്ഞില്ലേ? രണ്ടാമത് ഞാനൊരു വെല്ലുവിളി മുഴക്കിയിട്ടിരിക്കല്ലേ. അത് നിങ്ങളുടെ മുഴുവൻ പഴുതടച്ചുള്ള ഒരു ചോദ്യം അവിടെ കിടക്കുന്നത്. നിങ്ങളുടെ ഒരു അഭ്യാസവും നടക്കുകയില്ല. എല്ലാ അഭ്യാസവും പൂട്ടിക്കിട്ടുന്ന ഒരു ചോദ്യം ഞാൻ ജാസ്തി ചോദിച്ചിട്ടുണ്ട്. 1,00,000 രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തിനാണ്? എന്താണ് ബൈബിൾ? ഒരു മുസൽമാൻ എന്താണ് ബൈബിൾ എന്ന് വാ തുറന്ന് അന്തസ്സോടെ പറയണം. അന്തസ്സോടെ പറയണം. നല്ല നിലപാടില്ലായ്മയിൽ നിന്ന് സംസാരിക്കാൻ പാടില്ല. ഞാൻ പറയാൻ പാടില്ല. കൃത്യമായിട്ട് പറയണം. വാട്ട് ഈസ് ബൈബിൾ ഫോർ യു ആസ് മുസ്ലിം? വാട്ട് യുവർ കൺസെപ്റ്റ് അബൌട്ട് ബൈബിൾ? ബൈബിളിനെ പറ്റിയുള്ള ചിന്താഗതി എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഖുർആനെ പറ്റി ഇവിടെ ഇരിക്കുന്ന സ്പീക്കേഴ്സ് പാനലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും, മുഴുവൻ ക്രൈസ്തവർക്കും ഒറ്റ നിലപാടേ ഉള്ളൂ. ഒറ്റ നിലപാട്. അത് കൃത്യം വേണേൽ പറയാം, പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു നിലപാട് പറയോ? ഞാനിവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കത്തോലിക്ക സഭയുടെ ബോധന ഗ്രന്ഥങ്ങളിലൊക്കെ മുഹമ്മദിനെയോ ഇസ്ലാം മതത്തെയോ ഒന്ന് സമീകരിക്കപ്പെട്ടു പോകാൻ ശ്രമം നടത്തിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷെ മാറിയ സാഹചര്യത്തിൽ അവരും മാറുന്നു എന്നതിന്റെ തെളിവാണ് നമ്മുടെ പുതിയ പ്രഖ്യാപനങ്ങളും. പനക്കലച്ചൻ പോലും വന്ന് കാര്യമായിട്ട് പറയേണ്ടി വരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടാണ്. ഏറ്റവും ഒടുവിൽ മാറ്റുഴ നിർമ്മല കോളേജിലേക്ക് പുതിയൊരു പ്രവണത കടന്നു വന്നിരിക്കുകയാണ്. അവിടെ ഒരു റൂം, ഈ കോളേജിന്റെ ഒരു റൂം മോസ്ക് ആക്കണം എന്ന് പറഞ്ഞ് അവിടെ വലിയ സമരത്തിന് SFI തയ്യാറാവുന്നു എന്നാണ് കേൾക്കുന്നത്. SFIയുടെ നേതൃത്വത്തിലുള്ള സുഡാപ്പികൾ തയ്യാറാവുന്നു. അപ്പോൾ ഇത് വലിയ ഇഷ്യൂ ആയിട്ട് മാധ്യമങ്ങളൊന്നും ഏറ്റെടുത്തിട്ടില്ല. അപ്പൊ അത് അല്ലാതെ പ്രചരിക്കുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നു. എനിക്ക് പരിചിതമായ സ്ഥലമായതുകൊണ്ട് എനിക്ക് കുറെ ഇൻഫർമേഷൻ കിട്ടി. പഴയ പോലെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ന്യൂമാൻസ് കോളേജ് സംഭവത്തിന് ശേഷം കത്തോലിക്ക സഭ ജാഗ്രതയിലാണ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. എന്നാൽ ക്രൈസ്തവര് ഒരു സമൂഹം അംഗീകരിക്കാത്തൊരു വിഭാഗമുണ്ട്. അത് യഹോവയുടെ സാക്ഷികൾ എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ്, ഒരു കൾട്ട് ഗ്രൂപ്പാണ്. ഈ ഇസ്ലാമുമായിട്ട് വളരെ സാമ്യമുള്ളൊരു ഗ്രൂപ്പുകളാണ്. കാരണം യേശുവിനെ ഒരു മനുഷ്യനായിട്ടാണ് അവർ കാണുന്നത്. കാര്യമായിട്ടുള്ള തിയോളജിക്കൽ അടിത്തറയൊന്നും ഇല്ലാത്ത ഒരു സമൂഹമാണ് അവർ. അപ്പോൾ യഹോവയുടെ സാക്ഷികൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്, പേര് മാറിയേ വരത്തുള്ളൂ. അവർക്കും ഈ സുഡാപ്പികളുടെ കൂട്ടൊരു പ്രശ്നമുള്ളത്, ഈ ഒറിജിനൽ ID യിൽ വന്ന് സംസാരിക്കാൻ മടിയാ.
അപ്പോൾ അങ്ങനെ കാണുന്ന രണ്ട് മൂന്ന് ഗ്രൂപ്പുണ്ട്. ഒന്ന് ഈ ജിഹാദികൾ, രണ്ട് ഈ പറയുന്ന യഹോവയുടെ സാക്ഷികൾ, മൂന്നാമതൊരു കൂട്ടരാണ് നമ്മുടെ നിരീശ്വരന്മാർ. അവരിവിടെ വരുമ്പോൾ രൂപം മാറും, അഗ്നോസ്റ്റിക്കുകളാവും, സ്വതന്ത്ര ചിന്തകരാകും. ഒന്നുമായിട്ട് എനിക്ക് ബന്ധമില്ല, രവീന്ദ്രനായിട്ട് കേട്ടിട്ട് പോലും ഇല്ല ഈ പേര്, ഈ രൂപത്തിലൊക്കെ ആവും. അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം. അപ്പൊ ഇത് തന്നെ ഒരു കഴമ്പില്ലായ്മയുടെ തെളിവാണ്, ഒരു സ്റ്റഫില്ലായ്മയുടെ തെളിവാണ്. എനിവേ, ഞാൻ പറഞ്ഞത് ഈ യഹോവയുടെ സാക്ഷികൾ അടക്കമുള്ള ക്രൈസ്തവർക്ക്, ക്രൈസ്തവര് എന്ന് പറയാവുന്ന ഒരു സമൂഹം അല്ലത്, എന്നാലും അവരെയും കൂട്ടാം. ഇങ്ങനെയുള്ള മുഴുവൻ പേരുകൊണ്ടെങ്കിലും ക്രിസ്ത്യൻസ് ആയിരിക്കുന്ന ഉലകത്തിലെ മുഴുവൻ ക്രൈസ്തവർക്കും ഒറ്റ നിലപാടേ ഉള്ളൂ ഖുറാനെ പറ്റി. ഒറ്റ നിലപാട്, വേറെ ഒരു വ്യത്യാസവും ഇല്ല. ബൈബിളിനെ പറ്റി പല നിലപാടുണ്ട് കേട്ടോ, അത് ഞങ്ങൾ കുറ്റബോധത്തോടെ സമ്മതിക്കുന്നു. പക്ഷെ ഖുറാൻ എന്താണെന്ന് അവർക്ക് കൃത്യം അറിയാം. അറിയാത്തവർ ഇപ്പൊ അറിഞ്ഞു കഴിഞ്ഞു. അതുപോലെ മുഹമ്മദ് ആരാണെന്ന് അവർക്കറിയാം, രണ്ടെണ്ണം മനസ്സിലായിരുന്നിട്ടുണ്ട്. അള്ളാഹു ആരാണെന്ന് അത്ര തീർപ്പില്ലായിരുന്നു, അതും ക്ലബ് ഹൗസ് വന്നോടെ വ്യക്തമായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദ്, അള്ളാഹു, ഖുറാൻ, ഈ മൂന്ന് സാധനവും എന്താണെന്ന് കൃത്യം. ക്രൈസ്തവർക്ക് ഒറ്റ നിലപാട്, രണ്ടാമതൊന്നുകൂടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ആഗോള ക്രിസ്ത്യാനിത്വത്തിന്റെ നേതാവോ വക്താവോ ഒന്നുമല്ല. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാം, മുഴുവൻ ക്രിസ്ത്യാനിക്കും ഖുറാനെ പറ്റി ഒറ്റ നിലപാടേ ഉള്ളൂ, ഒറ്റ നിലപാട്. അത് ചാക്കോപ്പാഷ് പറയും അല്പം കഴിഞ്ഞ്, വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ചോദിച്ചാലേ പറയത്തുള്ളൂ, ഒത്തിരി പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് പറയാമോ എന്താണ് സുന്നികളുടെ നിലപാട് ബൈബിളിനെ പറ്റി? ആ നിലപാട് തന്നെയാണോ മുഹമ്മദിന്റെ? അല്ലെങ്കിൽ ഷിയാകളുടെ നിലപാട് എന്താണ് ബൈബിളിനെ പറ്റി? ഇല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോ, അല്ലെങ്കിൽ ഇപ്പോൾ കേൾക്കുന്ന സലഫികളോ, നമ്മൾ പറയുന്ന KNM-ന്റെ അല്ലെങ്കിൽ മുജാഹിദിന്റെ 3 വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഈ പുകൾപ്പെട്ട ഇതിന്റെ നേതാക്കന്മാരുണ്ടല്ലോ, MM അക്ബറും അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവാണ് അതിന്റെ ഒരു സ്ഥാപകൻ തന്നെ കേരളത്തില്, അദ്ദേഹം ഹുസൈൻ മടവൂരോ, ഇങ്ങനെയുള്ള ഏത് തരത്തില് ഇതിന്റെ ചിന്താധാരയിൽ നിൽക്കുന്ന ആളുകൾക്കും കൃത്യമായിട്ട് പറയണം എന്താണ് ബൈബിൾ ഞങ്ങളുടെ വീക്ഷണത്തിൽ. എന്നിട്ട് ഒന്നുകൂടെ നിങ്ങൾ പറയണം, ഇത് തന്നെയാണ് അള്ളാന്റെ വീക്ഷണവും, ഇത് തന്നെയാണ് മുഹമ്മദിന്റെ വീക്ഷണം. ഇത് പറയാൻ തയ്യാറാകണം. വ്യക്തിപരമായ അഭിപ്രായം ആവശ്യമില്ല. ഇത് പറയാമോ, അത് പറയാമെങ്കിൽ 1,00,000 രൂപ, 1 മാസമേ ഉള്ളൂ കേട്ടോ, ഇതിന്റെ പുറകെ നടക്കാതെ ഇവിടെ നേരമില്ല. 1 മാസത്തിനുള്ളിൽ എന്നെ ബന്ധപ്പെടുക. ഒരാൾ ഇന്നലെ ബന്ധപ്പെട്ടു, അതിന് തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അയാള് ആലുവ ടൗൺ ഹാൾ എടുത്ത് പ്രോഗ്രാം നടത്തട്ടെ. അത് ഞാൻ പറഞ്ഞാൽ അത് കൊള്ളാം, ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇനാം പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾ നടത്തുകയാണോ പ്രോഗ്രാം എന്ന് ചോദിച്ചു. നിങ്ങളല്ലല്ലോ, ഞാൻ നടത്തിക്കൊള്ളാം. ഇത്രയും ചെയ്യാമെങ്കിൽ എനിക്ക് ബാക്കി ചെയ്യാമല്ലോ. ഞാൻ പ്രോഗ്രാം നടത്താം, ഞാൻ പറയുന്നിടത്ത് നിങ്ങളാ വരണ്ടേ, ഓഡിറ്റോറിയം തന്നെ എടുക്കാം. നിങ്ങളുടെ അതിഥികൾ എത്ര ഉണ്ടോ അവർ പോരുക, നിങ്ങൾക്കും അത് ടെലികാസ്റ്റ് ചെയ്യാനുള്ള അവകാശം തരും. പിന്നെ വ്യവസ്ഥകളുണ്ട്, ആ വ്യവസ്ഥകൾ ഇതാണ്. നിങ്ങൾ പറയുന്ന അഭിപ്രായം കേൾക്കണ്ട, ഞങ്ങൾക്ക് വേണ്ടത് ബൈബിൾ എന്താ എന്നത് മുഹമ്മദിന്റെയും അള്ളാന്റെയും ഖുറാന്റെയും അഭിപ്രായം. ആ അഭിപ്രായം തന്നെയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം, അതിനും തരും. നിങ്ങൾ പറഞ്ഞാൽ മതി. അതിന് 1,00,000 രൂപ ഉണ്ട്, അന്നേരം തരികയാണ്. അത് തേർഡ് പാർട്ടിയോ മോഡറേറ്ററെ ഞാൻ നേരത്തെ ഏൽപ്പിക്കും, ചെക്ക് ആ നേരെ കൊടുക്കുകയാണ്. അപ്പോൾ അയാൾക്ക് അതങ്ങ് കൊടുക്കാം. ഇതെന്തിരി പങ്കെടുത്താൽ തന്നെ കിട്ടും, അല്ല ചുമ്മാ ഉള്ള കാര്യമല്ല, പറയുന്നതല്ല. പങ്കെടുക്കാന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് ഇത്രയുടെ പറയണം, അത് മുഹമ്മദിന്റെ അള്ളാഹുവിന്റെയും ഖുറാന്റെയും അല്ല എന്ന് പറഞ്ഞാൽ മതി. അല്ലേ പറയണം, മുഹമ്മദിന്റെ അള്ളാഹിന്റെ ഖുറാന്റെയും കാര്യമാണ്, ഞാൻ എൻ്റെ അഭിപ്രായം അല്ല പറയുന്നത്, ആഗോള മുസ്ലിങ്ങളുടെ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞാൽ മതി. ഇത് കണ്ടിട്ട് ആ പുള്ളി കാര്യമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞതിന് പതുക്കെ അങ്ങ് ഊരി, നൈസായിട്ട് ഊരിയിട്ടൊരു വാക്ക് പറഞ്ഞു, ഓ ഇതിനിപ്പം ഞങ്ങളുടെ മദ്രസ കുട്ടികൾ മതി. ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാ മദ്രസ കുട്ടികളാണല്ലോ, നിങ്ങൾ ഏത് മദ്രസ കുട്ടി വന്നാലും പ്രശ്നമൊന്നുമില്ല, പോരാൻ. പിന്നെ പതുക്കെ ആശാന്റെ ആവേശം അങ്ങ് കുറഞ്ഞു, ആദ്യത്തെ ഇതെല്ലാം മാറി. അപ്പൊ പറഞ്ഞത്, ആരായി ഓടി ഒളിക്കുന്നേ? ഞങ്ങൾ 10 ലക്ഷം അവാർഡ് പറഞ്ഞിട്ട് ആരാ ഓടി ഒളിച്ചേ? 10 ഗുണം മഹോന്നതന്റെ പറയാൻ. വർഷം 5 കഴിഞ്ഞില്ലേ, ആരെങ്കിലും വന്നോ? ആരാണ് ഓടി വിളിക്കുന്നത്? ഞങ്ങൾ ഓടി വിളിക്കേണ്ടതല്ലേ. ഞങ്ങൾ നിങ്ങൾ അധികം ബൈബിൾ പറയില്ല, അത് ഞങ്ങൾ തീരുമാനം എടുത്തിരിക്കുന്ന. അധികം കിടന്ന് അതേപ്പറ്റി പറയില്ല. എന്റെ കാരണം വേറൊന്നുമില്ല, സത്യാന്വേഷയോട് അത് പറഞ്ഞാൽ മതി. നിങ്ങളല്ലാതെ വന്നാൽ ഞങ്ങൾക്ക് നിലപാടറിയണം. അതറിയാതെ എങ്ങനെ പറയും? നിങ്ങൾ പറ, നിങ്ങൾക്ക് ഇതേപ്പറ്റിയുള്ള കാരണം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവജനമാണെന്ന് സമ്മതിക്കും. അതിങ്ങനെ ഇങ്ങോട്ട് മൂത്ത് വരുമ്പോഴേക്ക്, എന്നാൽ നമുക്ക് ആ രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വരുമ്പോഴേക്ക് പറയും അത് മാറ്റത്തിരുത്തലുണ്ടെന്ന് പറയും. അതങ്ങനെ അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ പറയും ഇത് മത്തായി എഴുതിയ ഈസാ നബിയുടെ ഇഞ്ചിലല്ലെന്ന് പറയും. ഇങ്ങനെ നിങ്ങൾ അറിയാതിരിക്കാനാ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പം ഒരുത്തം കൊണ്ട് എൻ്റെ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടേക്കുക, യേശു ഒരിക്കലും തന്നെ ആരാധിക്കാൻ പറഞ്ഞില്ല, എന്നിട്ട് ബൈബിളിലെ കുറെ വാക്യം. ഞാൻ താഴെ ഒരു കുറിപ്പ് ചോദിച്ചു, ഈ ഭാഗങ്ങളൊക്കെ ദൈവജനമായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? ബാക്കി അംഗീകരിക്കുന്നില്ലേ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? മുകളിലെ അംഗീകരിക്കുമെങ്കിൽ എന്തുകൊണ്ട്?
അത് ഖുറാനെ ആസ്പദമാക്കി പറയാവോ? മിണ്ടിയില്ല, അന്നേരം കയറിപ്പോയി. നിങ്ങളുടെ ഒരു അവസ്ഥ ഇതാണ്. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ പറഞ്ഞാൽ പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കും. ഞങ്ങളുടെ ഗുരു അതാ പഠിപ്പിച്ചേ, മൂപ്പൻ ഇരുവാക്കുകാരനാകരുത്. ഞങ്ങളോട് പറഞ്ഞ അങ്ങനെയാണ്. അതായത് ചർച്ച് ലീഡർ, ചർച്ച് പാസ്റ്റർ ആയിരിക്കുന്ന ആൾ ഇരുവാക്കുകാരനാകരുത്. പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ത്യാഗമൊക്കെ വരും. അപ്പൊ ആ സത്യം ചെയ്തിട്ട് നഷ്ടം വന്നാൽ, ഛേദം വന്നാൽ മാറരുത്, അവിടെ നിൽക്കണം. തെറ്റ് പറ്റിയെങ്കിൽ അങ്ങ് തിരുത്തണം, അത്രേ ഉള്ളൂ. തെറ്റ് പറ്റിയെന്ന് തോന്നിയാൽ തിരുത്തുക. ശരിയുടെ പക്ഷത്ത് മരിക്കേണ്ടി വന്നാൽ നിൽക്കുക. രണ്ടു വാക്കിൽ നമ്മൾ സംസാരിക്കരുത്. ദ്വന്ദ്വപക്ഷം എന്നൊരു പദമുണ്ട്, രണ്ടു വശത്തും കൂടി നിൽക്കുക. ഈ രണ്ടിടത്തും നിൽക്കാൻ പാടില്ല. പറയുന്നിടത്ത് ഉറച്ചു നിൽക്കണം, ഒറ്റ അഭിപ്രായത്തിൽ നിൽക്കണം. ഞങ്ങളിപ്പോ ഇതെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഖുറാനിലേക്ക് വന്നിട്ട് അവിടുന്ന് കുറെ വചനമൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് അനുകൂലമാക്കി അതെടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞങ്ങൾ ഇപ്പുറത്ത് പറയാം അത് മുഴുവൻ കാട്ടറബി ദേവനാണ്, ആ ദേവൻ ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞ് നല്ല ക്രിറ്റിസം നടത്തിയേച്ച് അതേ വായില് ഇതേ മഹാനായ അള്ളാഹിന്റെ ഹബീബായ തങ്ങൾ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്വരം മാറ്റി അങ്ങനെ ഇരിക്കും? ഇതന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നേ? ഈ രൂപത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിൽ ആധികാരികത ഉണ്ടാവും? നിങ്ങളെ ആര് വിശ്വസിക്കും? അവിടെ കൂടെ നിൽക്കുന്നവർ വിശ്വസിക്കുമോ? നിങ്ങളോട് ഇപ്പോഴെങ്കിലും അവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും, എന്റെ മാഷെ ഒന്ന് പറഞ്ഞുകൂടെ, ഇവര് എന്താ നമ്മൾ ക്രിസ്ത്യാനികൾ ഈ ചോദിക്കുന്ന ചോദ്യം. ഇനി ഈ കാലഘട്ടത്തിലെ ഞങ്ങളുടെ ഏറ്റവും പ്രബലമായ ഒരു ചോദ്യമായി ഇത് നിങ്ങളുടെ മുമ്പിൽ കിടക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മഹോന്നതന്റെ 10 ഗുണങ്ങൾക്ക് ശേഷം ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഏറ്റവും വലിയൊരു ചോദ്യമായിട്ട് ഇത് കിടക്കും. എന്താണ് നിങ്ങൾക്ക് ബൈബിൾ? ഇതിന് ഉത്തരം പറയാതെ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ സംസാരിപ്പിക്കില്ല. എങ്ങനെ? ഇവിടെ വന്ന് വർത്താനം പറയുന്നല്ല, നിങ്ങളുടെ നാവടച്ച് കെട്ടിയേ ഞങ്ങൾ ഇടപെടത്തുള്ളൂ, അത് ഉറപ്പാണ്. നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഈ കളിക്കാൻ തന്നെ കുറച്ച് നാളായില്ലേ? ഒരു നിലപാടുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കാൻ നാളായില്ലേ? ഈ രീതി ഒന്ന് മാറണം. അപ്പൊ നിങ്ങൾക്കൊരു ശുദ്ധത വരാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ്, ഫോർ യുവർ ഗുഡ്നസ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ രൂപത്തിലേക്കൊന്ന് വാ. പിന്നെ മറ്റൊരു സന്തോഷം, നിങ്ങൾ ഞങ്ങളുടെ ഈ ശക്തമായ ഇടപാടുകൾക്ക് ശേഷം ഒത്തിരി രീതികളും മാറ്റി, അത് കൊള്ളാം. വേദക്കാരോട് ചോദിക്കാൻ പറഞ്ഞാൽ അത് നസ്രാകളാന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പാന്ന് പറഞ്ഞു തുടങ്ങി. നിങ്ങളുടെ വ്യാഖ്യാതാക്കളൊന്നും അങ്ങനെ പറയുന്നില്ല. ഈസ പറഞ്ഞു തുടങ്ങിയ പുതിയ കേസാണെന്ന് കേൾക്കുന്നു. ഇനി ഇതുപോലെ നിങ്ങൾ പിന്നെ മുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുക്കുടുംബമാണ് എന്നുള്ള പറഞ്ഞു വെച്ചിരിക്കുന്ന വിഡിത്തരം എടുത്തു കാണിച്ചപ്പോൾ അയ്യോ അത് തൃത്വത്തെ പറ്റിയല്ല, അത് തിരുക്കുടുംബത്തെ തന്നെയാണ്. ആരാ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു വന്നു. ആരാന്നൊക്കെ ഞങ്ങൾ ഇട്ട് തരാം, വാ അന്നേരം പറഞ്ഞുതരാം. എന്നാ പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ പോരായിരുന്നോ? തൃത്വത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ഖുറാന്റെ നിലപാട് എന്താന്ന് ചോദിച്ചപ്പോൾ മിണ്ടിയില്ല. മിണ്ടാതിരുന്നിട്ട് ഇതെന്താ ഇപ്പൊ പറയാതെ? അങ്ങനല്ല, നിങ്ങൾ കൂടെ ഇങ്ങനെ തിരുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങളെ കൊണ്ട് നിങ്ങൾ തിരുത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്, ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ പറയത്തില്ല, പറയാൻ ത്രാണിയൊന്നും ഇപ്പൊ ഇല്ല. എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ടല്ലോ, മോശെ പ്രവചിച്ച പ്രവാചകൻ മുഹമ്മദ് ആണെന്നുള്ള കാര്യം, യേശു പ്രവചിച്ച പരിശുദ്ധാത്മാവ് മുഹമ്മദ് ആണെന്നുള്ള കാര്യം, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ ധൈര്യമുണ്ടോ? വല്ല ധൈര്യമുണ്ടോ? ഇത് നിങ്ങൾ പുതിയ തഫ്സീർ ഉണ്ടാക്കിയില്ലേ? ഞങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് തിരുവട്ടാറ് പറഞ്ഞ പോലെ. നിങ്ങൾ ഞങ്ങൾക്ക് 1 മാസം തന്നാൽ മതി, ഞാനും ജാക്കോബാസും ഞങ്ങളെ കിട്ടുന്നു നല്ല ഒന്നാം തരം തഫ്സീർ, നല്ല കറക്റ്റ് ആയിട്ടുള്ള തഫ്സീർ. ഞങ്ങൾ കുറെ പേരിരുന്ന് സൗജന്യം, പൈസ ഒന്നും വേണ്ട, പ്രിന്റ് ചെയ്ത് എടുത്തോണം. അല്ല ഒന്നാം തരം തഫ്സീർ, ഈ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത മനോഹരമായ തഫ്സീർ ഉണ്ടാക്കി തരാം. ഈ കിടക്ക് ഇപ്പൊ നിലവിലുള്ള ഖുറാനെ ആസ്പദമാക്കിക്കൊണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾ ഞങ്ങൾ ഓടുന്നതൊന്നും പറയണ്ട. ഞങ്ങളിവിടെ പോരാ, ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങൾ ഇത് എത്ര ദിവസത്തെ ക്ലാസ്സാണ് നിങ്ങൾ നോക്കി? എത്ര നാളായി തുടങ്ങിയിട്ട് നിങ്ങൾ നോക്കിയാൽ നിർത്തിയോ? നിങ്ങളവിടെ പോയി ആരാ ഓടിപ്പോയത്? ആരിസ് മദനി ഉണ്ടായിരുന്നല്ലോ, റൂമുകളിൽ ഇടത്തും വലത്തും നിന്ന് സംസാരിക്കുന്ന ആളല്ലേ ഈസ, എവിടെ പോയി? ഇപ്പൊ കളത്തിലുണ്ടോ? എവിടെ പോയി ഹംസ, ബെനിയൻ, ആ ഗ്രൂപ്പൊക്കെ എവിടെ പോയി? ബെനിയൻ ഉണ്ടോ ഇപ്പം? ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ? അക്ബർ സാഹിബ് ഉണ്ടോ? ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കേ. അതോ ഹൂറിമാരെ പ്രാപിക്കാൻ പോയോ? എന്തോ വല്ല പിടിയുണ്ടോ? ആരാ ഇതാക്കിയത്? എങ്ങനെ ഇത് ഉണ്ടായത്? അപ്പൊ നിങ്ങൾ എന്നിട്ട് പറയാ ഞങ്ങൾ ഓടുക. ഞങ്ങൾ ഓടിയിട്ടൊന്നുമില്ല. ഞാൻ ചോദിക്കാറില്ലേ പലപ്പോഴും, ഈ അക്ബർ സാഹിബിനൊക്കെ ധൈര്യമുണ്ടോ ഒരു സംവാദം പഴയ പോലെ ഒന്ന് വെക്കാൻ? ഒന്ന് വെച്ച് നോക്ക്, ഞങ്ങൾ കാണിച്ചു തരാം പരിപാടി. നിങ്ങളൊന്ന് പറ പോയിട്ട്, സാഹിബ് അവരിങ്ങനെ പറഞ്ഞ് ഞങ്ങൾ കളിയാക്കുക, ഒരു സംവാദം ഒന്ന് വെക്ക്. അപ്പത്തോട് മാറ്റി ഞങ്ങൾ പിറ്റേ ദിവസം അതേ ടൗൺ ഹാളിൽ, ഇനി അത് കിട്ടുന്നില്ലെങ്കിൽ വേറെ സ്ഥലം എടുത്ത് ഞങ്ങൾ കാണിച്ചു തരാം, ബദലായുള്ള പ്രോഗ്രാം കാണിച്ചു തരാം. നിങ്ങളും പോരും, നിങ്ങൾക്ക് അവിടെ സംസാരിക്കാനൊക്കെ അവസരം തരും. ഇല്ല മൈക്ക് കൊണ്ട് നിങ്ങളുടെ അടുത്തോട്ട് തന്നേച്ച് കുറെ ഗുണ്ടകളെ ചുറ്റും നിർത്തിയിട്ട് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയൊന്നും സൃഷ്ടിക്കുകയില്ല. നേരത്തെ പേര് പറ, നിങ്ങൾക്ക് നല്ല സ്റ്റേജിലിരുന്ന് മനോഹരമായി സംസാരിക്കാൻ ഞങ്ങൾ അവസരം തരാം. നിങ്ങളുടെ ഹൃദയത്തിരിക്കുന്ന മൊത്തം പോരട്ടെ, ആരാ ഓടുന്ന. അപ്പൊ ഇങ്ങനെ ടൈറ്റിൽ ഇടുമ്പോൾ ഒരു കാര്യം ഓർത്തണം, ഇത് ബൂമറാങ്ക് പോലെ ഒന്ന് തലയ്ക്ക് കൊള്ളാതെ മാനം മര്യാദയ്ക്കുള്ള ടൈറ്റിലൊക്കെ ഇട്ടാൽ അതായിരിക്കും നിങ്ങൾക്ക് ആശയപരമായിട്ട് ഗുണം ചെയ്യുന്നത്. താങ്ക് യു. പാസ്റ്ററെ പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് പാസ്റ്റർ. ഓക്കെ, കർത്താവിലേക്കട്ടെ. ആ നമ്മുടെ കുട്ടക്കം പാസ്റ്റർ പ്രൈസ് ലോർഡ്. ഒരു ആ, വാക്കൊന്ന് പറഞ്ഞോട്ടെ പാസ്റ്ററെ. വെളിപ്പെടുത്താൻ അത് സാധ്യമല്ലെന്ന് ഏതോ ഇങ്ങനെ പറഞ്ഞു വന്നതേ ഉള്ളൂ, അതോടുകൂടി തീർന്നവിടെ.
അതുകൊണ്ട് അത് അവര് റീപ്ലേസ് എല്ലാം അവർ ഓഫ് ചെയ്ത് കളഞ്ഞു. ഞാൻ വിചാരിച്ചു റീപ്ലേസ്. ഞാൻ ഒരു മിനിറ്റ് ഞാനൊന്ന് ഇറങ്ങുകയാണ്. ഇവിടെ കടുത്ത മഴയാണ്, എനിക്ക് സൗണ്ട് കേൾക്കാൻ. നമ്മൾ അതിൽ കാണേണ്ടത് ഈ അതീന്ദ്രിയങ്ങളായ പല കാര്യങ്ങൾ എല്ലാ വിശ്വാസത്തിലും യുക്തിക്ക് അതീതമാണ്. എന്നാൽ നമ്മുടെ ഈ ലഭ്യമായ ശേഷം അവിടുന്ന് യുക്തി വിചാരം ആരംഭിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ അതിന്റെ പുറകോട്ട് നമ്മൾ ചിന്തിച്ചാൽ യുക്തിക്ക് നിരക്കത്തില്ല. എങ്ങനെ എന്നൊക്കെ ഉള്ള കാര്യം പറ്റത്തില്ല. അത് നമ്മുടെ മാത്രം പ്രശ്നമല്ല. ഇനിയിപ്പം ഈ ഒരു ബിഗ് ബാങ് എടുത്താലും അതിന്റെ മുമ്പ് എന്തായിരുന്നു ചോദിച്ചാൽ അവർക്ക് ഉത്തരവില്ല. അപ്പൊ നമ്മുടെ പ്രശ്നം അതല്ല, ലോജിക്ക് ശക്തമാണ്, നമ്മുടെ മുമ്പിൽ അതിനെപ്പറ്റിയുള്ള അറിവ് പരിമിതമാണ്. അങ്ങോട്ടധികം പോകാൻ പറ്റില്ല. ഭൂതകാലത്തിലേക്കോ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് എത്തപ്പെടാൻ കഴിയാത്ത കുറെ കാര്യങ്ങൾ ലോകത്തുണ്ട്. അത് വിശ്വാസിക്ക് മാത്രമല്ല, എല്ലാവർക്കും. എന്നാൽ അതിനുശേഷമുള്ള നമ്മുടെ ഇതിലേക്ക് ഈ വെളിപ്പാടുകളോ അറിവുകളോ ധാരണകളോ കിട്ടിക്കഴിഞ്ഞുള്ള ഒരു കാര്യം അത് ലോജിക്കലായിരിക്കണം. ഇവിടെയാണ് നമ്മൾ പരിണാമ സിദ്ധാന്തത്തെയൊക്കെ ചോദ്യം ചെയ്യുന്നത്. അതിനകത്ത് ലോജിക്കലല്ല, സയന്റിഫിക്കലി പ്രൂവൺ അല്ല. ഇവർ ഈ പറയുന്ന പോലെ അത് സിദ്ധാന്തമാണ്, പ്രൂവൺ അല്ല. നമ്മുടെ ചോദ്യങ്ങൾക്ക് അവർ നേരിടാൻ കഴിയാതെ മാറിപ്പോകുന്നു. അപ്പൊ അവർ പറയുന്നത് എന്നേലും തെളിയിച്ചോളൂ എന്ന് പറഞ്ഞാൽ മതം അങ്ങനല്ലേ പറയുന്നത്, എന്നേലും സ്വർഗം കണ്ടോളൂ. അപ്പൊ അത് വിശ്വാസമാണ്. അപ്പം പിന്നെ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ശാസ്ത്ര നാളെ ഉത്തരം കണ്ടെത്തിക്കോളൂ, അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ ഇതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമുക്കിവിടെ യുക്തി സഹജമായി ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വിശ്വാസത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അവിടെ ഇന്ന് നിലവിലുള്ള ആധ്യാത്മിക ധാരകളിൽ ഏറ്റവും പിറകു നിൽക്കുന്നത് യുക്തി സഹജമായിട്ട് ഇസ്ലാം തന്നെയാണ്. അതിന്റെ കാര്യകാരണങ്ങൾ ഞാൻ താഴേക്ക് നിരത്താം. ഇപ്പോ ഇനി അത് ഹിന്ദുവിസത്തിലുണ്ട്. ഹിന്ദുവിസത്തിലുള്ളതിന്റെ ഒരു പ്രത്യേകത, അവരതങ്ങ് അക്സെപ്റ്റ് ചെയ്തു പോകുന്നു, അവർക്കത് പ്രശ്നമൊന്നുമില്ല. ഇപ്പം എങ്ങനെയാണ് മനുഷ്യരാശിയെ ഈ വിരാട് പുരുഷൻ ഋഗ്വേദത്തിൽ പറയും പോലെ സൃഷ്ടിച്ചത്? അപ്പോൾ അവർ പറയും നിങ്ങളത് വിശ്വസിക്കണ്ട, അത് കളഞ്ഞേക്ക്. അത് വിശ്വസിച്ചില്ലെന്നോർത്തൊരുത്തനെ ഹിന്ദു ആകാനോ ആകാതിരിക്കാനോ ഒന്നും തടസ്സമൊന്നുമില്ല. അയാൾ പറയാ അതൊക്കെ അന്നത്തെ എന്തൊക്കെ കാര്യങ്ങളാ, ഞാൻ അംഗീകരിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് തടസ്സമൊന്നുമില്ല. ഒരുത്തൻ പറയാ ഞാൻ ശിവന്റെ പ്രവൃത്തികളൊന്നും എനിക്കിഷ്ടമല്ല, ഞാൻ ശിവന്റെ വർഷിപ്പർ അല്ല എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലത്തൊന്നുമില്ല, ഒരു ഹിന്ദുവും കൊല്ലുക. ഒരാൾ പറയാം എനിക്ക് ഹനുമാനോട് മാത്രമേ കമ്മിറ്റ്മെന്റ് ഉള്ളൂ, വേറെ ആരോടും ഇല്ല. ഒരുത്തൻ പറയാം എനിക്ക് ഒന്നിനോടും കമ്മിറ്റ്മെന്റ് ഇല്ല, ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ അവനും തുടരാം. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ലോജിക്ക് അവിടെ പ്രയോഗിച്ചിട്ട് ഒരു ഇഷ്യൂ അതിനാൽ ഉണ്ടാവുന്നില്ല. അതാണ് അവിടെ കാണേണ്ടത്. അവിടെ ഉള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ജാതീയത. അതായത് ഒരു കൂട്ടരുടെ ദൈവത്തെ മറ്റൊരു കൂട്ടർക്ക് ആരാധിക്കാൻ പറ്റിയല്ല, അവർ ഇങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയില്ല, ക്ഷേത്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശനമില്ല. രണ്ടാമത്തെ വിഷയം ഈ പുറം ലോകത്തോടുള്ള അസഹിഷ്ണുത, ഈ തീവ്ര പിന്നെ സംഘപരിവാരങ്ങളുടെ. ഇത് രണ്ടും മാറ്റിവെച്ചാൽ, ഒന്ന് ചാതുർവർണ്ണ്യം, രണ്ട് ഈ ബ്രാഹ്മണിക്കലായ ഹെജിമണി, ഇത് രണ്ടും മാറ്റിവെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ പ്രശ്നം? അവർക്കും ആരോടും പ്രശ്നമില്ല. അത് യുക്തിഭദ്രം അല്ലെന്ന് പറഞ്ഞൊന്നും ഓർത്ത് പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. ഇപ്പോ നമ്മുടെ ഒരു ചിന്തകൻ നമ്മുടെ മാധ്യമം പത്രത്തില് രാമായണ മാസത്തിൽ രാമനെതിരെ ലേഖനം എഴുതിയെന്ന് പറഞ്ഞ വലിയ വിഷയമാണ്. അതൊന്നും പരിധി വിട്ട് പ്രതിഷേധത്തിലേക്ക് പോകത്തില്ല. അത് കാരണം അയാൾക്ക് അറിയാം അയാൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. അയാളെ അദ്ദേഹത്തിനും ഒരു ഹിന്ദു പേരാണ് അദ്ദേഹത്തെ അത് നേരിടത്തില്ല. ഇതല്ല ഇസ്ലാമിന്റെ ഒരവസ്ഥ. ഇസ്ലാമിന്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനകത്തോട്ട് യുക്തിക്ക് യാതൊരു വിധത്തിലുള്ള സ്വാധീനവും ഇല്ല. അതിന്റെ ഒന്നാമത്തെ ഭാഗം പറയാം. ഇസ്ലാം തന്നെ തകരുന്നൊരു രംഗം പറയാം. മുഹമ്മദ് അന്ത്യപ്രവാചകനാണ് എന്നാരാ പറഞ്ഞേ? മുഹമ്മദ് തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ ഖുറാൻ പറഞ്ഞു. ഖുറാൻ ആരാണ് എഴുതിയത്? മുഹമ്മദ് എഴുതി. മുഹമ്മദ് എഴുതിയല്ലോ, അല്ലെ? മലക്കിനെ ഒന്നും നമ്മൾ ആരും കണ്ടില്ല, ഉമർ പോലും കണ്ടില്ല, കൂടെ നിന്ന അബൂബക്കർ കണ്ടില്ല, ആയിഷയും കണ്ടില്ല, ഖദീജ കണ്ടില്ല. അപ്പൊ ആകെ കണ്ടതും എഴുതിയതും അദ്ദേഹം എഴുതിയ കൃതിയിലാണ് അദ്ദേഹം ആരോ ആണ് എന്ന് പറയുന്നത്. ഇപ്പൊ മഹാത്മാഗാന്ധി സ്വയം എഴുതുകയാണ് ഇന്ത്യയിലെ ഏറ്റവും മഹാൻ ഞാനാണെന്ന് എഴുതിയ അതിന്റെ ആധികാരികത എന്താ? അദ്ദേഹം അല്ല തീരുമാനിക്കുന്നത് മഹാൻ അദ്ദേഹമാണോ അല്ലയോ എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം തന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഖുറാനിലുള്ളത്. തന്നെയല്ല, ഇനി അദ്ദേഹം സിമ്പിളാകാനല്ല ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറെ വിശ്വാസ്യത വന്നേനെ. അതായത് ദാവീദ് പറയുന്നുണ്ട് ഞാനോ എളിയവനും നിന്ദ്യനുമാകുന്നു, ഇങ്ങനെയൊക്കെ കുറെ പ്രയോഗങ്ങളുണ്ട്. രാജാവാക്കുമ്പോൾ ദാവീദ് പറയുന്നുണ്ട് നീയാണ് എൻ്റെ രാജാവ്, എൻ്റെ രാജാവും എൻ്റെ ദൈവവും, ഞാൻ നിനക്ക് വേണ്ടി ഇവിടുന്ന് ഇരിക്കുന്നതേ ഉള്ളൂ, എനിക്ക് അറിവ് കുറവുണ്ട്, എൻ്റെ കുലം ചെറുതാണ്, ഞാൻ സാധാരണ മനുഷ്യനാണ്, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോ ഒരു എളിമത്വമാണ് അവരിലൊക്കെ പ്രകടമാകുന്നത്. അല്ലാതെ എനിക്കിങ്ങനെ ആയിക്കഴിയുമ്പോൾ കൂടുതൽ 45 സ്ത്രീകളെ വേണം, അല്ലെങ്കിൽ എനിക്കൊരു വിഷമവും വരാതിരിക്കാൻ വേണ്ടി വലങ്കൈ ഉടമപ്പെടുത്തിയ കുറെ സ്ത്രീകൾ,
പിന്നെ ഇങ്ങനെ വ്യത്യസ്ത പ്രായത്തിലെ ആളുകൾ ഇങ്ങനെ തനിക്ക് കൂടുതൽ നികുതി കിട്ടുക, തന്റെ കുടുംബക്കാർക്ക് അത് കഴിഞ്ഞ് കിട്ടുക, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ട് അദ്ദേഹം എന്തോ സംഭവമാണെന്ന് സ്വയം വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഇടത്ത് ഒന്നാമത്തെ യുക്തി ഭദ്രത പൊളിഞ്ഞു പോകുന്നു. ഒന്ന്, ഖുറാനിലൂടെ തന്നെ മുഹമ്മദ് തന്നെ അള്ളാഹുവിന്റെയും മീതെ പ്രതിഷ്ഠിക്കുന്നു ഏത് ഘട്ടത്തിലും. രണ്ട്, ഇതേ കാര്യം എടുക്കാം, ഇതിന്റെ അല്ലാതെയുള്ള ചില കാര്യങ്ങൾ. ഈ യുക്തിക്ക് നിരക്കുകയില്ല എന്നുള്ള അടുത്ത കാര്യം, ഇസ്ലാമിൽ ഏത് കാര്യമാണ് ഖുറാനിലുള്ള? ഈ നമുക്ക് നോക്കാം, ഇസ്ലാം ആകാൻ ഒരാൾക്ക് വേണ്ട പ്രഥമ യോഗ്യത എന്താണെന്നറിയണ്ടേ? അത് ഷഹാദത്ത് കലിമ ചൊല്ലുക, അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല, മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാകുന്നു, ഇത് പറയണം. അത് ഇന്നലെ ഇവിടെ ചോദ്യം വന്ന അബ്രഹാമൊക്കെ ഇങ്ങനെ പറഞ്ഞോ എന്നൊരു ചോദ്യം വന്നാണ്. അത് നമ്മുടെ SR ബ്രദർ ചോദിച്ചതാണ്, നമ്മളത് പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഖുറാനിലുണ്ടോ? ഇല്ല. ഖുറാനിൽ എവിടെ കിടക്കുന്നത് ഈ കാര്യം? പാതിയുണ്ട്, ഫുള്ളില്ല. രണ്ടിടത്തു നിന്നല്ലേ ചേർത്ത് വെച്ചിട്ട് കെട്ടിവെക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ആ സ്ലോഗൻ, ആ കലിമ ഖുറാനിലില്ല. രണ്ട്, പരിച്ഛേദന അഥവാ സർക്കംസിഷൻ ഖുറാനിലുണ്ടോ? ഖുറാനിലില്ല. 5 നേരം നിസ്കാരം ഖുറാനിലുണ്ടോ? എവിടെയും ഇല്ല. ഖബറിലെ ദണ്ഡനം, നക്കീറും മുൻകീറും വന്നിരുന്ന് നമ്മുടെ എപ്പോഴും അജീഷ് പറയുന്ന പോലെ വന്നിരുന്ന് കബറിനകത്തിട്ട് പീഡിപ്പിച്ച് ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇത് ഖുറാനിലുണ്ടോ? എവിടെയും ഇല്ല. അങ്ങനെ ഇങ്ങോട്ട് എടുക്കാം. ഓരോന്ന് എടുത്താൽ സുപ്രധാനങ്ങളായി ഖുറാൻ കരുതുന്ന, ഇസ്ലാം കരുതുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഇനി അടുത്തെടുക്കാം, ഒന്നുകൂടി ഓർമ്മയിൽ വന്നത് കൊണ്ട് പറയാം. എവിടെയാണ് ബൈബിളിനെ വിമർശിച്ചുകൊണ്ടുള്ള ഖുറാന്റെ നിലപാട്? ഇതില്ലാതെ ഇസ്ലാമിന് നിലനിൽപ്പില്ലല്ലോ, അവിടെ കാണുന്നില്ല. ഇനി 1,25,000 പ്രവാചകന്മാരുണ്ടെന്ന് പറയുന്നു. ഈ യഹൂദ ചിന്തയ്ക്ക് പുറത്ത് 3 പേരുടെ പേരുടെ പറയുന്ന ഒഴിച്ചാൽ മറ്റാരുടെയും പേര് കാണുന്നില്ല. അതെന്തുകൊണ്ട് പറ്റി? എല്ലാ സമുദായത്തിലേക്കും പ്രവാചകന്മാരെ അയച്ചു എന്ന് പറഞ്ഞിട്ട് അതെല്ലാം എന്തിയാ കിട്ടാത്തെ? എല്ലാം വേണ്ട, ഒരു 10 സമുദായത്തിൻ്റെയെങ്കിലും പറയാമായിരുന്നല്ലോ അവിടേക്ക് അയച്ച പ്രവാചകന്മാരുടെ. അവിടെ അത് കിട്ടുന്നില്ല. ഇനി അതിന്റെ ഉള്ളടക്കമാണ്, അത് തുടങ്ങുന്നത് തന്നെ അബദ്ധത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് തുടക്കത്തിലെ അധ്യായം. അത് ചൊല്ലിയാൽ മുഴുവൻ ഖുറാൻ ചൊല്ലുന്നതിനും തുല്യമാണ് എന്നാണ് പറയുന്നത്, ഫാത്തിഹ. അപ്പോൾ ഫാത്തിഹ ഓതുന്നത് അത്ര ഗൗരവമുള്ള ഒന്നാണ്. മുഴുവൻ ഖുറാൻ ഓതിയ പ്രതിഫലം അതിന് കിട്ടുമെന്നാണ്. ഓക്കെ, ഈ 7 സൂക്തങ്ങൾ, ആ 7 ആയത്തുകൾ, അത് ഏതെങ്കിലും മനുഷ്യന്റെ ആണോ, അള്ളാന്റെ ആണോ, മുഹമ്മദിന്റെ ആണോ? ഒരു പിടിയില്ല. അവിടെയും പൊളിഞ്ഞു പോകുന്നു. പിന്നെ യുക്തിക്ക് നിരക്കാത്ത ഒത്തിരി കാര്യങ്ങൾ. ആദം നബി ഇത് പിന്നെ ആദ്യമായിട്ട് ഇത് പണിതു, മക്കയിൽ പള്ളി പണിതു. മക്കയിൽ ആദം നബി പണിതിട്ട് അത് പ്രളയം വന്നൊക്കെ പോയി. കുറേ കാലം കഴിഞ്ഞ് ഇവിടെ ഇസ്മായിലും ഇബ്രാഹിം നബിയും കൂടെ വന്നു. ഇസ്മായിൽ ഇബ്രാഹിം നബി എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, എങ്ങനെ സാധിക്കും? ഈ 2000 കിലോമീറ്ററോളം യാത്ര ചെയ്ത് ഈ പള്ളി പണിയാൻ എങ്ങനെ വരാൻ പറ്റും? ഇത് പുതുക്കി പണിതു. ആർക്ക് വേണ്ടി പുതുക്കി പണിതു? അത് പുതുക്കി പണിതിട്ട് ഇതെങ്ങനെയാണ് പിന്നെ കുറേശികളുടെ കയ്യിലെത്തിയത്? കുറേശികൾ ഇവിടെ എല്ലാത്തരം വിഗ്രഹങ്ങളെയും വെച്ച് ആരാധിച്ചത് എങ്ങനെയാ? 360 വിഗ്രഹങ്ങളെ. ഇനി അടുത്തത്, ഇതേ കിതാബിൽ എഴുതിയിരിക്കുകയാണ്, ഇവിടേക്ക് മുഹമ്മദിന് മുമ്പ് ഒരു താക്കീതുകാരനെയും നിനക്ക് മുമ്പ് ഇവിടേക്ക് അയച്ചിട്ടില്ല. അപ്പൊ പിന്നെ എപ്പോഴാണ് ഇബ്രാഹിം വരുന്നത്? എപ്പോഴാണ് നമ്മുടെ ആദൻ നബി വരുന്നത്? അടിസ്ഥാനം വല്ലതും ഉണ്ടോ? ഇനി സുലൈമാനെ പറ്റി പറയുന്ന കഥ എന്താണ്? യുക്തിക്ക് നിരക്കുന്നതാണോ? ഇനി ഞാൻ പറയാറുണ്ട് അൽഫീൽ, അതിൽ പറയുന്ന കഥ യുക്തിക്ക് നിരക്കുന്നതാണോ? ഇനി 33-66, 33ന്റെ ഇരട്ടി 66, നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമാണ്. 2 ഗുരുതര പെണ്ണുകേസുകളാണ്, ഗുരുതര പെണ്ണുകേസുകളാണ്. ഇത് ഒരു സർവശക്തൻ ചെയ്യേണ്ട കാര്യമാണോ, ചെയ്യിക്കേണ്ട കാര്യമാണോ? അപ്പം ഇങ്ങനെയുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ലോജിക്കലി ചിന്തിച്ചാൽ ഒരു നിലനിൽപ്പും ആ ഖുറാനില്ലെന്ന് മാത്രമല്ല, അതിലെ 99% കാര്യങ്ങളിലും ഈ യുക്തിരാഹിത്യം അതിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ റൂമിൽ ആ സഹോദരന്മാർ സംസാരിച്ചത് വളരെ വളരെ വസ്തുതാപരമാണ്. അതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാമാണ് അലി ഫിലിപ്പ് സാറ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ ഇപ്പുറത്ത് അള്ളാഹു മറക്കാതെ പോയ കാര്യമാണ്, മുഹമ്മദിന് എന്തു വേണം അത് കൃത്യം കൊടുക്കുകയാണ്. അതിൽ അള്ളാഹുവിന് ചെറിയ വീഴ്ച വന്നിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ മൊഷിയരുത്. അലി ഫിലിപ്പ് സാർ ഇല്ലാത്ത റൂമിലാണ് ഒന്ന് പറഞ്ഞേക്കുന്നത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഇന്ന് ഇറാനും ഇതര രാജ്യങ്ങളും, സൗദിക്കിട്ടൊക്കെ ഇറാൻ നല്ല പണിയാണ്.
ഇറാൻ ഒരു തീവ്രവാദ രാഷ്ട്രമാണ്. കാരണം ഷിയാകളുടെ സ്ഥലം അത്. ഷിയാകൾക്ക് മറ്റ് സമൂഹത്തെക്കാൾ സുന്നികളോട് ഭയങ്കര വെറുപ്പാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ അതിർത്തി കിടക്കുന്ന സൗദിയുടെ അതിർത്തി കിടക്കുന്ന രാജ്യമാണല്ലോ ബഹ്റിൻ എന്ന് പറയുന്നത്. ഈ ബഹ്റിനിൽ രണ്ടു കൂട്ടരുണ്ട്. ഇവരുടെ ഒരു പരിപാടിയുണ്ട്, ശരീരം മുറിച്ച് ഭയങ്കര ഒരു വഴിയെ കൂടെ ഭയങ്കര ഭീകരമാണ്, ഭയങ്കര കരച്ചിലുണ്ട്. ഈ കരച്ചില് മറ്റേ ഹർറ സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. മുഹമ്മദിന്റെ അലിയുടെ മക്കളെ കൊന്ന ഹസന്റെ ഹുസന്റെയും മരണത്തെ കുറിച്ചുള്ള വിലാപമാണ്. അപ്പൊ അത് നമുക്ക് തന്നെ അവരെ രീതി കണ്ടാൽ ചില കോമഡിയും തോന്നും, ചിലപ്പോ ദുഃഖവും തോന്നും. മനുഷ്യന്റെ ശരീരമൊക്കെ പച്ചയ്ക്ക് മുറിച്ച് ബ്ലഡ് ഒഴുക്കി ഇങ്ങനെ തുള്ളുകയാണ്. അപ്പോ ഇത് കാരണമായി തീർന്നത് ഈ രണ്ട് പ്രബല വിഭാഗങ്ങളാണ്, സുന്നി ഷിയ. ബാക്കിയൊക്കെ ചെറുതാണ്. ബാക്കിയൊക്കെ എടുത്താൽ ഏതെങ്കിലും രൂപത്തിൽ സുന്നിയോട് ചേർത്ത് ബന്ധിക്കാവുന്നവയാണ്. ഇതിനകത്തുണ്ടായ ചില വ്യാഖ്യാനപരമായ സ്കൂളുകളുടെ വ്യത്യാസമേ ഉള്ളൂ. മുജാഹിദ് ആണെങ്കിലും ഒക്കെ തത്വത്തിൽ ഏതാണ്ടൊക്കെ ഒരു സുന്നിയാണ്. ചില കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. കാരണം ഹദീസുകളെയും ഖുറാനെ അംഗീകരിക്കുന്നു. ഷിയാകള് ഖുറാനിൽ തെറ്റുണ്ടെന്ന് പറയുന്നു, ഒപ്പം ഹദീസ് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നേ ഇല്ലെന്ന് പറയാം. അപ്പോൾ അവർക്ക് വേറെ ഹദീസൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ രണ്ട് വിഭാഗങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ ഒരു താമസം, അല്ലെങ്കിൽ ഒരു ലേസി ആയിട്ട് അള്ളാഹു പെരുമാറിയതാണ് പറ്റിയത്. അത് നിങ്ങൾക്കറിയാം. അലി ഫിലിപ്പ് സാറിന് നന്നായിട്ട് അറിയാം, ബാക്കിയുള്ളവരും കേട്ടിട്ടുണ്ട്. ഞാൻ 2-3 ദിവസമായിട്ട് ഇത് പറയുന്നുണ്ട്. അത് പഠിക്കാനും പ്രയോജനപ്പെടും. ഈ ആയിഷയും മുഹമ്മദും എല്ലാം കൂടെ വരുന്നൊരു യാത്രയിൽ മുഹമ്മദിന് പോയ വഴിക്ക് ഒരു പത്നിയെ കിട്ടുകയാണ്. അപ്പൊ ടോക്കൺ ഇട്ടാണ് മുഹമ്മദിന്റെ കൂടെ ആര് കയറണം ഈ ഒട്ടകപ്പുറത്ത്. കാരണം ഇത്രയും പേരുണ്ടല്ലോ. അപ്പൊ നറുക്ക് ആയിഷയ്ക്ക് വീണു. അപ്പൊ ആയിഷ അപ്പൊ പുതിയൊരു വൈഫിനെ കിട്ടിയപ്പോൾ മുഹമ്മദ് ആ ഒട്ടകക്കട്ടിലിൽ അടുത്ത അതിന്റെ ഉടങ്ങ് മാറി. അപ്പൊ ആയിഷ മറ്റൊരു കട്ടിലാണ്, പല്ലക്ക് പോലെ ഒട്ടകത്തിന്റെ മീതെ സെറ്റ് ചെയ്തിരിക്കുന്ന സാധനം അറിയാലോ. അപ്പൊ വിശ്രമത്തിന് വേണ്ടി ഈ പല്ലക്കെല്ലാം ഇറക്കി വെച്ചു. അപ്പൊ അവരതിൻ്റെ ഇടയ്ക്ക് ദിനകൃത്യത്തിന് വേണ്ടി കുറെ ദൂരേക്ക് പോയി. ദൂരേക്ക് പോയിട്ട് അവര് തിരിച്ചു വരുമ്പോഴേക്കും ഈ പല്ലക്ക് ചുമക്കുന്ന ഒരു ഇതെടുത്ത് ഒട്ടകത്തിന്റെ മീതെ വെച്ച് കെട്ടി അവർ യാത്ര തുടർന്നു. അപ്പോൾ ആയിഷ തന്നെ പറയുന്നത്, അധികം വെയിറ്റ് ഇല്ലാത്തൊരു മെലിഞ്ഞ ആളായതുകൊണ്ട് താൻ അതിൽ ഉണ്ടാകുമെന്ന് അവർ കരുതിയിരിക്കാം. അവര് പോയി. അപ്പൊ ആയിഷ അതിനിടയ്ക്ക് അവളുടെ ഒരു മാല കാണാതെ പോകുന്നുണ്ട്, മുത്തുമാല. അപ്പൊ ഈ മുത്തുമാല അന്വേഷിച്ച് പോയതാണ് 2ാം ഘട്ടം. അപ്പോ തിരിച്ചു വരുമ്പോഴേക്കും ഇത് പോയിടത്ത് ആയിഷയെ കൈക്കൊണ്ട് പോകാൻ ആരെങ്കിലും പിന്നാലെ വരുമെന്ന് പ്രതീക്ഷിച്ച് ഈ സ്ഥലത്ത് ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോ അങ്ങനെയാണ് ഈ സഫ്വാൻ എന്ന് പറയുന്ന ആള് ഇതുവരെ എല്ലാം പിന്നാലെ ഒരു യാത്ര ചെയ്തു വരുന്നത്. കാരണം ഈ യാത്രാമധ്യേ എന്തെങ്കിലും വസ്തുവകൾ മറന്നെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക എന്നുള്ള നിലയിൽ ഈ കാരവൻ യാത്രയിലൊക്കെ ഉള്ള ഒരു രീതിയാണ്. അയാൾ വന്ന് ഈ ആയിഷയെ കണ്ടു, ആയിഷ എടുത്തു. അപ്പൊ അവർ രണ്ടാളോട് ഒരുമിച്ച് ഒട്ടകപ്പുറത്ത് വരുമ്പോഴേക്കും ആയിഷ മിസ്സായെന്നും ഒക്കെ ഉള്ള വാർത്ത ശക്തമായി. എവിടെ പോയിന്നറിയില്ല. ഒടുക്കം സഫ്വാനും ആയിഷയും കൂടെ ഉള്ള വരവ് മുഹമ്മദിന് ഭയങ്കര അനിഷ്ടമായിട്ട് തോന്നി. മാത്രമല്ല അവിടെ അലിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആയിഷയില് വ്യഭിചാര ദോഷം ആരോപിച്ചു. അങ്ങനെ ഒരു ശങ്ക മുഹമ്മദിലും കടന്നു. കാലക്കേടിന് ആയിഷയ്ക്ക് പനിയും പിടിച്ചു. ഇപ്പൊ പനി പിടിച്ച ആയിഷയെ ആശ്വസിപ്പിക്കാൻ മുഹമ്മദ് വരുമെന്നൊക്കെ ഓർത്തു. നല്ല പനി ബാധിച്ച അദ്ദേഹത്തെ അവളുടെ അരികിലേക്ക് വന്നില്ല. ഒടുക്കം പുള്ളിക്കാരി ഈ മുഹമ്മദിന്റെ പെരുമാറ്റ രീതിയിൽ കണ്ട ഇതെന്താന്ന് മനസ്സിലാക്കാതെ വന്നപ്പോൾ കൂടെ ശുശ്രൂഷിക്കുന്ന സ്ത്രീ പറഞ്ഞു, ഇങ്ങനെയാണ്. അവൾക്ക് അത്യധികമായ ദുഃഖം തോന്നിയിട്ട് ഒടുവിൽ അപ്പന്റെ വീട്ടിലേക്ക് പോകട്ടെ എന്ന് അനുവാദം ചോദിച്ചു. അങ്ങനെ പോയി. അവിടെ ചെല്ലുമ്പോഴാണ് ഇതാകെ കുളവായിരിക്കുന്ന വിവരമൊക്കെ അറിയുന്നത്. ഒടുക്കം 1 മാസത്തോളം കഴിഞ്ഞ് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി അലിയെയും കൂട്ടരെയൊക്കെ വിളിക്കുമ്പം അലി സ്ട്രോങ് നിലപാടെടുത്തു. ആ കൂടെ ഒരു ചങ്ങാതിയും കൂടെ ഉണ്ട്, അവർ സ്ട്രോങ് നിലപാടെടുത്തു. ഇത് തെറ്റാണ് ചെയ്തിരിക്കുന്നത്, ശിക്ഷിക്കണം. പക്ഷെ അതുവരെയുള്ള സാക്ഷികളുടെ എണ്ണം 3 പേര് വേണമെന്നാണ് ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ, വ്യഭിചാരം കണ്ടാൽ നടപടി എടുക്കാൻ. ഇവിടെ ഈ അംഗസംഖ്യയിൽ മാറ്റം വരുത്തിക്കൊണ്ട് മുഹമ്മദ് പെട്ടെന്ന് ആയിഷയ്ക്ക് വേണ്ടി ഈ രീതി മാറ്റി. പിറ്റേന്ന് തന്നെ മുഹമ്മദ് വീട്ടിൽ ചെല്ലുമ്പോൾ ആയിഷയെ കണ്ടിട്ട് പറഞ്ഞു, അള്ളാഹുവിൽ നിന്നൊരു സന്തോഷ വാർത്തയുണ്ട്, ഒരു വഹി വന്നിട്ടുണ്ട്, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി അത് വഹിയാണോ വഹിച്ചതാണോ എന്ന് നമുക്കറിയില്ല. ഏതാണെങ്കിലും ഈ സംഗതി അന്ന് തന്നെ കൊടുത്തിരുന്നെങ്കിൽ
ഈ പെങ്കൊച്ചിന് ഇത്രയും കഠിന രോഗവും ബാധിച്ച് നാറ്റപ്പേരുണ്ടാക്കിയല്ലായിരുന്നു. രണ്ടാമത്, അന്ന് മുതൽ ഈ അലി എന്ന് പറഞ്ഞാൽ ഫാത്തിമയുടെ ഹസ്ബൻഡാണ്, മുഹമ്മദിന്റെ മരുമോൻ. അലിയും ആയിഷയും തമ്മിൽ നല്ല ഉടക്കായി. ഈ ഉടക്ക് ജമൽ യുദ്ധത്തിലേക്ക് വഴി നയിച്ചു. പിൽക്കാലത്ത് ഇവർ തങ്ങളിൽ യുദ്ധം നടന്നു. ആയിഷ ഇരുന്ന ഒട്ടകത്തെ അലി അമ്പ ഇത് താഴെ വീഴിച്ചു. എന്നിട്ട് ആയിഷയ്ക്ക് നിരവാധികം മാപ്പൊക്കെ കൊടുക്കുന്നു, നിങ്ങൾ പ്രവാചകന്റെ പത്നി ആയതുകൊണ്ട് നിങ്ങളെ ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് വിടുന്നുണ്ട്. പക്ഷെ ഈ പക കിടന്ന് ഇതാണ് പിന്നെ സുന്നി ഷിയ കലഹമായിട്ട് ചരിത്രത്തിൽ മാറുന്നത്. പിന്നെയും കാരണങ്ങളുണ്ട്, അതിന്റെ മൂല കാരണം എന്താ അവിടെ കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചില പണികൾ അള്ളാഹുവിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ 33 അധ്യായം അവതരിപ്പിക്കുന്നതിലും അള്ളാഹുവിനൊരു ഇത് പറ്റുന്നുണ്ട്. അതായത് ദത്തുപുത്ര സമ്പ്രദായം അതുവരെ നിൽക്കുന്നുണ്ട്. ദത്തുപുത്ര സമ്പ്രദായം മാറ്റാനാണ് മുഹമ്മദിനെ കൊണ്ട് ഈ സൈനവിനെ കെട്ടിക്കുന്നതെന്നാണ് പറയുന്നത്. സൈനവ് കെട്ടുന്നേ, മുഹമ്മദ് എടുക്കുന്നത്. അതിനു മുമ്പ് ഓ അബ്ദുള്ള പറയുന്നതാണ് ഞാൻ കേട്ടോ. ഓ അബ്ദുള്ള അദ്ദേഹം പറഞ്ഞത്, ഈ എന്താണ് ഈ സെയ്ദിന് ഇങ്ങനെ നിർബന്ധിച്ച് ഇവർ കെട്ടിച്ചതെന്ന് ചോദിച്ചാൽ, ദത്തുപുത്ര സമ്പ്രദായം മാറ്റാൻ നിർബന്ധമായും എങ്ങനെയും ഈ സെയ്ദിന്റെ ഒരു തുള്ളി ബീജം ഈ സൈനവിൽ പ്രവേശിക്കേണ്ടതുണ്ട്. എന്താ അതിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. ഒരു ദത്തുപുത്രനെ സ്വന്തം മക്കളായിട്ട് കരുതരുതെന്ന് പറയാൻ വേണ്ടി ഒരു പുരുഷന്റെ സ്പേംസ് മറ്റൊരു സ്ത്രീ കടന്നിട്ട് ആ സ്ത്രീയെ തന്നെ അവരുടെ റിലേറ്റീവ് കെട്ടണം എന്നൊക്കെ പറഞ്ഞു വരുന്ന വിധത്തിലേക്കുള്ള അള്ളാഹുവിന്റെ ആ വലിയ കാഴ്ചപ്പാടിന്റെ ആഴമൊന്നും എനിക്കറിയില്ല. ഏതായാലും ഓ അബ്ദുള്ള പറഞ്ഞാണത്. എനിവേ, അതവിടെ നിൽക്കട്ടെ. ഇത് മുഹമ്മദ് ദത്തുപുത്ര സമ്പ്രദായം നിലനിൽക്കെയാണ് ഈ പെണ്ണിനെ ഇങ്ങനെ സ്വന്തമാക്കുന്നത്. ആയത്തൊന്നില്ല, അതിനുശേഷമാണ് ഈ ആയത്ത് ഉണ്ടാകുന്നത്. ആ ആയത്ത് നേരത്തെ കൊടുക്കേണ്ടിയിരുന്നു. നേരത്തെ കൊടുത്ത് കഴിഞ്ഞാണ് മുഹമ്മദ് ചെയ്യുന്നതെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവാനില്ല. ഇത്രയും വലിയൊരു ചർച്ചയ്ക്ക് കുറെ ന്യായീകരണം വന്നേനെ. ഇതുപോലെയാണ് തഹ്രി എന്ന് പറയുന്ന 66 അധ്യായം. 66 എന്താ സ്ഥിതി? അവിടെയാണ് മാരിയത്ത് വിഷയം. ഈ മാരിയത്ത് വിഷയത്തിൽ ഒരായത്തങ്ങ് നേരത്തെ കൊടുത്ത പോരെ? ഈ കബ്സയിട്ട് വലയ്ക്കണോ? ഇത് മാരിയത്തും വിശിഷ്ട പത്നിയാണ്, അള്ളാഹു അനുവദിച്ച് നീ നിഷേധിക്കല്ലേ എന്നുള്ള കാര്യം നേരത്തെ കൊടുത്താൽ മതി. അപ്പൊ ആയത്ത് താമസിപ്പിച്ചുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഫിലിപ്പ് സാർ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാനും ഏകീകരിക്കുന്നു. ഗൗരവതരങ്ങളായ പലതും വിട്ടുകളഞ്ഞ അള്ളാഹ് ഈ കാര്യം മാത്രം ഓർത്തിരുന്നു. മുഹമ്മദിനപ്പൊ പെണ്ണ് വേണം, അദ്ദേഹത്തിന് അനുകൂലമായിട്ടപ്പോൾ ആയത്തിറക്കണം. അങ്ങനെ ഏത് ഘട്ടത്തിലും എപ്പോൾ വേണമെങ്കിലും റെഡി ആയിട്ട് നിൽക്കുന്ന, വില്ലിംഗ് ആയി നിൽക്കുന്ന ഒരു വിശ്വസ്തനായ റൂം ബോയ് ആയിട്ട് അള്ളാഹ് പെരുമാറുന്നുണ്ട്. സാറേ എന്ത് വേണം ചോദിച്ച് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വെയിറ്ററുടെ കൂട്ട് അള്ളാഹു നന്നായിട്ട് മുഹമ്മദിന് വേണ്ടി അങ്ങേറ്റം നട്ടല് വളഞ്ഞു നിന്ന് സേവിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് താങ്കൾ പറഞ്ഞത് ഞാൻ ശരിവെക്കുന്നു. അല്ല പാസ്റ്റർ, വേറൊരു പാസ്റ്റർ പറഞ്ഞതിന്റെ കൂട്ടത്തിലേ സൈനബയുടെ കാര്യത്തില് വേറൊരു പ്രശ്നം കൂടെ അതിനകത്തുണ്ട്. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചത്. കാരണം അന്ന് സൈനബിനെ സെയ്ദിന് കെട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഒരു കണ്ണ് അതിനുണ്ടായിരുന്നു. അന്ന് ഖദീജ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ആ കാര്യം നടക്കത്തില്ലായിരുന്നു. കാരണം ഖദീജയുടെ അടിമയായിട്ടാണല്ലോ മുഹമ്മദ് വാസ്തവത്തിൽ വന്നത്. അപ്പോ ഈ സൈനബ് ആ മുഹമ്മദിന്റെ ഒരു ബന്ധു കൂടിയാണ്. പക്ഷെ മുഹമ്മദിന്റെ കണ്ണ് ഇവളുടെ മേലുണ്ടായിരുന്നു എങ്കിലും ഖദീജ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഈ സംഭവം നടക്കത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തൻ്റെ ദത്തുപുത്രനായ സെയ്ദിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ ഏത് സമയത്തും ഖദീജയുടെ മരണശേഷം അവളെ സ്വന്തമാക്കാന്നുള്ളൊരു ചിന്ത വാസ്തവത്തില് മുഹമ്മദിനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ലെന്നാണ് മുമ്പ് എവിടെ ഞാനൊന്ന് വായിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ പാസ്റ്ററുടെ? ക്രിസ്ത്യൻ പ്രിൻസും ഡേവിഡ് വുഡും അതേ നിലയിൽ അത് എഴുതി സ്ഥാപിക്കുന്നുണ്ട്. അതിന് മുമ്പുള്ള പല കാരണങ്ങൾ എഴുതി സ്ഥാപിക്കുന്നുണ്ട്. അത് ആ വഴി ചിന്തിക്കുന്നത് ശരി തന്നെയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഇപ്പൊ പാസ്റ്റർ പറഞ്ഞോടുള്ള ബന്ധത്തിലേ ഇപ്പൊ ഖദീജ സാഫാന്റെ ഒരു കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു ദേഷ്യം അലിക്കുണ്ടായിരുന്നു. മറ്റൊരു കാര്യം കൂടെ, മുഹമ്മദിന്റെ മരണക്കിടക്കയിൽ കിടന്ന അലിയെ തന്റെ പിൻഗാമിയാക്കാനായിട്ട് മുഹമ്മദ് പരിശ്രമിക്കുകയും പേന കൊണ്ടുവരാനായിട്ട് പറയുന്നതായ ഒരു ഭാഗം ഉണ്ടല്ലോ. അപ്പൊ ആ ഭാഗത്ത് മുഹമ്മദിന് പേന കൊടുക്കുന്നതിന് മുമ്പ് മറ്റേ ഫാത്തിമയും അബ്സയും അബൂബക്കറും അതുപോലെ
ഇയാളും കൂടെ ചേർന്ന് എന്താണ് മൂന്നാല് പേരും കൂടെ ചേർന്ന് അഫ്സയുടെ പിതാവും ആയിഷയുടെ പിതാവും കൂടെ ചേർന്ന് വിഷം കൊടുത്തു എന്നുള്ളത് ഒരു ഭാഗം കൂടെ സിയാക്കള് പറയുന്നുണ്ട്. ആ ഒരു ഭാഗം ഖൈബറിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഇറച്ചിയിൽ വിഷം ചേർത്ത് മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനൊരു വാദം കൂടെ അവർ ഉപയോഗിക്കുന്നുണ്ടല്ലോ. കാരണം അലി വന്നു കഴിഞ്ഞാൽ തന്റെ ജീവനും തന്റെ കുടുംബത്തിനൊക്കെ ജീവന ആപത്താണ് എന്നുള്ളൊരു ചിന്ത ആയിഷയുടെ ജീവിതത്തിലുണ്ടായിരുന്നു, ആയിഷയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ആയിഷ അലി വരാതിരിക്കാനായിട്ട് മുഹമ്മദിന് വിഷം കൊടുത്തു കൊന്നു എന്നാണ് സിയാക്കളിൽ തന്നെ പറയുക. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു പാസ്റ്റർ? ഷിയാക്കളുടെ ആ വാദം വളരെ പ്രബലമാണ്. അതിനകത്തൊരു സാധ്യതയുണ്ട്. കാരണം ഈ ഷിയാക്കളുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ ബാങ്കുകളി പോലും വ്യത്യാസമുണ്ട്. മുഹമ്മദ് പ്രവാചകനൊക്കെയാണ്, പക്ഷെ മുഹമ്മദിനേക്കാൾ ശ്രേഷ്ഠനും വലിയവനും അലിയാണ്. അലിയെ അവർ കാണുന്നത് ദ ഫ്രണ്ട് ഓഫ് അള്ളാഹ്, അള്ളാഹയുടെ സ്നേഹിതൻ. മുഹമ്മദിനെ കാണുന്നത് ദ പ്രോഫറ്റ് ഓഫ് അള്ളാഹ്. ഇത് രണ്ടിൽ ആരാണ് വലുത്? സന്ദേശവാഹകനാണോ വലുത്? സുഹൃത്താണോ വലുത്? സുഹൃത്താണ് വലുത്. അല്ല, അത് അവര് പറയുന്നത് മുഹമ്മദിനെ ലാഹിലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുമ്പോൾ അലിയെ ലാഹിലാഹ ഇല്ലല്ലാ അലി ഒലിയുള്ള എന്നാണ് അവര് പറയുന്നത്, സിയാക്കളെ. അപ്പൊ അതെന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഉണ്ടുണ്ട്. അലി ഈ മുഹമ്മദിനേക്കാൾ ശ്രേഷ്ഠനായിട്ട് തന്നെയാണ് കൂട്ടുന്നത്. മുഹമ്മദ് അലിയെ പുകഴ്ത്തുന്ന, അള്ളാഹ് അലിയെ പുകഴ്ത്തുന്ന ഒത്തിരി ഭാഗങ്ങൾ ഖുറാനിലുണ്ടായിരുന്നെന്നും അവ ഇവർ മാറ്റിയതാണ്, സുന്നികൾ മാറ്റിയതാണെന്നും ഈ ഷിയാകൾ വിശ്വസിക്കുന്നു. അപ്പൊ നിലവിലുള്ള ഖുറാൻ സുന്നികൾ കറക്റ്റഡ് ആക്കിയതാണെന്നും അതിനകത്ത് അലിയെ പരാമർശിക്കുന്ന നിരവധി ഭാഗങ്ങളുണ്ടെന്നും ഒക്കെയുള്ള വാദങ്ങൾ അവർ മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഈ കൂടെ തന്നെ മുഹമ്മദിന്റെ മരണത്തിന് ഉത്തരവാദി ഈ ആയിഷയുടെ കുടുംബമാണ് എന്ന് അവർ മുമ്പോട്ട് വെക്കുന്നുണ്ട്, ആശയം മുമ്പോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല, മുഹമ്മദിന് അദ്ദേഹത്തിന്റെ ഉള്ളില് ഫാത്തിമയോടുള്ള സ്നേഹവും അതുവഴി അലിയോടുള്ള സ്നേഹവും ഉണ്ടായിരുന്നെന്നും അനന്തരാനുഗാമിയായി അലിയെ നിലനിർത്താൻ മുഹമ്മദിന് താല്പര്യം ഉണ്ടായിരുന്നെന്നും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ഇതിനകത്തൊരു സാധ്യത കാണുന്നത് മുഹമ്മദ് പഠിപ്പിച്ച രീതി അനുസരിച്ച്, ഇന്നും മുസ്ലിങ്ങൾ പിന്തുടരുന്ന ഒരു രീതി അനുസരിച്ച്, ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ സ്വാഭാവിക ചൂട് മാറും മുമ്പ്, ആ ശവശരീരത്തിന്റെ ചൂട് മാറും മുമ്പ് ആ മനുഷ്യനെ അടക്കണം. ഇത് ഓർത്തഡോക്സ് മുസ്ലിങ്ങൾ ഇതും ചെയ്തു വരുന്ന കാര്യമാണ്. എന്നാൽ മുഹമ്മദ് മരിച്ചത് ഒരു തിങ്കളാഴ്ച രാവിലെയാണ്. അപ്പൊ തിങ്കൾ രാവിലെ മരിച്ച ആളിനെ മാക്സിമം പോയാൽ 12 മണിക്ക് മുമ്പ് അടക്കേണ്ടതാണ്. തിങ്കൾ അടക്കിയില്ല, അപ്പൊ ഒരു ദിവസം. ചൊവ്വ അടക്കിയില്ല, അടുത്ത ദിവസം. ബുധനാഴ്ചയാണ് വൈകുന്നേരത്ത് മുഹമ്മദിനെ അടക്കുന്നത്. അത്ര നീണ്ട തർക്കമാണ്. രോഗിയും അശരണനുമായി ക്ഷീണിതനുമായി കാര്യമായി ജലപാനം പോലും ചെയ്യാൻ കഴിയാതെ കിടന്ന മുഹമ്മദ് അപ്പോഴേക്കും ഈ ശരീരം ജീർണിച്ച് പതുക്കെ ബാർ സ്മെല്ല് പുറത്തേക്ക് വരാൻ തുടങ്ങി. ഇനി വെച്ചുകൊണ്ടിരിക്കുന്നത് പ്രശ്നമാണ് എന്ന് വന്ന് അങ്ങനെയാണ് നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അനാദരവ് കൊടുത്താണ് മുഹമ്മദിന്റെ ഭൗതിക ശരീരം കൊണ്ട് നടക്കുന്നത്. അപ്പൊ ഇതാണ് ഈ സുന്നി ഷിയ തർക്കവും കുടുംബകലഹവും ഒക്കെ വളരെ പ്രബലമായി ചിന്തിക്കേണ്ടതാണ്. അത് ഏതാണ്ട് ഷിയാകൾ പറയുന്നതിൽ വലിയ വാസ്തവമുണ്ട് എന്ന് പറയേണ്ടി വരും. അപ്പോൾ മരണസമയത്ത് അബൂബക്കർ വളരെ സ്ട്രോങ് ആണ്, അതുപോലെ മറ്റേ ആയിഷ വൈഫാണ്. ഈ നിലയിലൊക്കെ അവരുടെ കുടുംബം അതിശക്തമായി മുഹമ്മദിനെ മക്കൾക്കൊന്നും വിട്ടുകൊടുക്കാത്തൊരു നിലയിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ ഇവരുടെ മക്കൾ തന്നെയാണ് കാര്യങ്ങളുടെ നിയന്ത്രണം അതുവരെ വന്നത്. അത് ഷിയാകളുടെ വാദത്തിൽ ഏറെക്കുറെ അത് ശരിയുണ്ടെന്ന് തന്നെ വേണം കരുതാൻ. അല്ല, ഉമ്മറിന് നല്ലൊരു പങ്ക് ഇതിനകത്തുണ്ടല്ലോ. വലിയൊരു പങ്ക് ഉമ്മർ ഇതിനകത്ത് വഹിക്കുകയും മുഹമ്മദിനെ ഇവർ 4 പേരും ചേർന്നിട്ടാണ്. കാരണം ഈ സഫാന്റെ കാര്യത്തില് വലിയൊരു പ്രശ്നങ്ങൾ അന്ന് നിലനിന്നിരുന്നു, അലിയും ആയിഷയും തമ്മിലുള്ള. അപ്പൊ ആയിഷയോട് പ്രത്യേകിച്ച് വലിയൊരു ദേഷ്യം അലിക്കുണ്ടായിരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അങ്ങനെ അലി വന്നു കഴിഞ്ഞാൽ ഇവരെ കൊല്ലുമെന്നുള്ള കാര്യം ഇവർക്ക് ഉറപ്പായിരുന്നു. വാസ്തവത്തില് ഒരു രീതിയിലും ജീവിക്കാൻ അനുവദിക്കത്തില്ല, പ്രത്യേകിച്ച് ആയിഷയെ സംബന്ധിച്ചിടത്തോളം. അപ്പോ ആയിഷ ആണ് ഇതിന്റെ മുൻപന്തിയിലുള്ളത്. വിഷം കൊടുക്കാനായിട്ട് 4 പേരും കൂടെ ചേർന്ന് വിഷം കൊടുത്തു, മരുന്നിനകത്ത് മരുന്ന് കുടിക്കാനായിട്ട് പറയുന്നത് പോലെ
ആണ് കൊടുത്തത്. അങ്ങനെ ഇവര് 4 പേരെയും കൊല്ലുകയും മരിച്ചതിന് ശേഷം പിന്നീട് 3 ദിവസം കഴിഞ്ഞ് ഇത് നാറിയതിന് ശേഷം സാധാരണ മയ്യത്തൊക്കെ കുളിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില് നാറ്റം വെച്ച അവസ്ഥയില് കിടന്നെടുത്ത് തന്നെ ഒരു കുഴി കുഴിച്ച് അടക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഒന്നത്. രണ്ടാമത് പാസ്റ്റർ പറഞ്ഞതുപോലെ ഈ ഖുർആന് ആദ്യം ഒന്ന് ക്രോഡീകരിച്ചു. അത് പിന്നീട് വലിയൊരു പ്രശ്നങ്ങൾക്ക് കാരണമായി. ഉസ്മാന്റെ കാലം വന്നതിന് ശേഷം ഉസ്മാൻ തന്നെ ഖുർആൻ പൊളിച്ചെഴുതുകയും ഒരു പഴയ ഖുർആൻ എല്ലാം തന്നെ കത്തിച്ചു കളയുകയും ചെയ്യുന്ന ഒരു ഗതികേട് ലോകത്തിൽ ഒരു മതത്തിനും ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. ഒരു മതത്തിനും ഉണ്ടാകാൻ കാരണം ആ രീതിയിലാണ് അതെല്ലാം എന്ത് ചെയ്തു, കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് പുതിയൊരു ഖുർആൻ ഉണ്ടാക്കി ഉസ്മാന്റെ നേതൃത്വത്തിൽ. അത് കുറെ പേരെ വെച്ചുകൊണ്ടിരുന്നു എന്നാ പറയുന്നത്. പല പ്രശ്നങ്ങളും അതിനകത്തുണ്ടായി. പക്ഷെ ഏകദേശം ഇന്നൊരു 42ഓളം ഖുർആൻ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഓരോ ഖുർആൻ എടുത്ത് നോക്കുമ്പോൾ ആയിരക്കണക്കായ തെറ്റുകൾ ഓരോ ഖുർആൻ ഉണ്ടാകുന്ന. പല രാജ്യങ്ങളിലുള്ള ഖുർആനല്ല, നമ്മളെ ഇന്ത്യയിൽ ഇപ്പൊ ഉള്ള ഖുർആനല്ല സൗദിയിൽ ഉപയോഗിക്കുന്നത്. സൗദിയിലുള്ള അല്ല മറ്റു പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു ഗതികെട്ടതായ ഒരു അവസ്ഥ ലോകത്തിൽ വേറെ ഒരു മതത്തിനും വരാൻ സാധ്യതയില്ലല്ലോ അനുഭവിക്കാനായിട്ട്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു പാസ്റ്റർ? ഇതിൽ കാണേണ്ടത് ഈ ബൈബിള് ചുട്ടുകരിച്ചിട്ടൊക്കെ ഉണ്ട്. അത് പല നിലകളിൽ അതിനെതിരെയും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അല്ല, അത് സംരക്ഷിക്കപ്പെട്ടാൽ ശത്രുക്കൾ ചെയ്തതല്ലേ. അതെ അതാ ഞാൻ പറഞ്ഞിരുന്നത്. അത് ലൈബ്രറികൾ തന്നെ തീയിട്ട് ചുട്ടിട്ടുണ്ട്. ഇതെല്ലാം അക്രൈസ്തവരിൽ നിന്നുണ്ടായതാണ്. ക്രൈസ്തവർ തമ്മിലുള്ള കലഹത്തിൽ ഒരു പള്ളിയും അവർ നശിപ്പിച്ചിട്ടില്ല. ഇത്തരത്തിലെ കലഹങ്ങളൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കലഹവും വന്നിട്ടില്ല. ബോംബിടുകയോ കൊല്ലുകയോ ബൈബിള് കത്തിക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഈ ഖുറാന്റെ വിഷയത്തിലേക്ക് വന്നാൽ, ഈ ഖുറാന്റെ വേർഷനുകളുടെ എണ്ണം കുറഞ്ഞ പക്ഷം ഒരു 45 കാണും. 70 വരെക്കുള്ള കണക്ക് ആര്യ ഹുസൈൻ ഇടയ്ക്ക് പറയുന്നത് കേട്ടു. എനിക്ക് അത്രത്തോളം അറിയില്ല. ഇതാണ് ഡിഫറെന്റ് വേർഷൻസ് ഓഫ് ഖുറാൻ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കുറേയൊക്കെ കിട്ടും. ആ വ്യത്യാസങ്ങളും കിട്ടും, ഗൂഗിളിൽ തപ്പിയാൽ കിട്ടും. അപ്പോൾ പല വേർഷനുകൾ ഖുറാനുണ്ട്. ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആദ്യകാലത്ത് ഞങ്ങളൊക്കെ ധരിച്ചിരുന്നത് ഒരു ഖുറാനേ ഉള്ളൂ എന്നാണ്. അപ്പൊ പലതരം ഖുറാനുകളുണ്ട്, പല വേർഷനുകൾ. അവ തമ്മിൽ കാതലായ മാറ്റം ഒക്കെ ഉണ്ട്. ഫാത്തിഹ ഇല്ലാത്ത ഖുറാൻ ഉണ്ടെന്ന് നസ്രീൻ കഴിഞ്ഞ ദിവസം ഇവിടെ നല്ല വ്യക്തമായ തെളിവുണ്ട്. അപ്പൊ പറഞ്ഞത്, ഈ ശത്രുക്കൾ ഒരു സമൂഹത്തെ ആക്രമിച്ച് ഇല്ലായ്മ വരുത്തുന്നതിന് ഒരു ന്യായീകരണമുണ്ട്. ശത്രുക്കളല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ ഇവിടെ കാണേണ്ടത്, മുസ്ലിം സമൂഹം പരസ്പരം തല്ലി മരിച്ചതാണ് അവർക്ക് നേരിട്ട ഏറ്റവും വലിയ ഭവിഷ്യത്ത്. ഈ കൊല്ലുന്നവനും ചാകുന്നവനും ഒരുപോലെ അള്ളാഹുവിന് വേണ്ടി എന്നാണ് പറയുന്നത്. രണ്ടു കൂട്ടരും രക്തസാക്ഷികളാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. അത് കൊന്ന ആരെയാണ്? പ്രവാചകന്റെ മക്കളെയാണ് കൊല്ലുന്നത്. അവരുടെ ആ രക്തത്തിൽ പിറന്ന ആന്തരികൾ, ആ കുടുംബം തന്നെ അന്യം നിന്നുപോയി. പ്രവാചക പരമ്പര അന്യം നിന്നുപോയി. ആ കുടുംബത്തെയാണ് കൊല്ലുന്നത്. അതും ദാരുണമായി കൊല്ലുക. അപ്പൊ അതിലേക്ക് നമുക്കൊന്ന് ചരിത്രം പരിധിയിൽ കാണാൻ കഴിയുന്നത്, ഇനി ഉമർ മുതൽ തുടങ്ങണം. ഈ ഉമർ ഒരു ഭയങ്കര ഭീകരനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഭീകരതയെ പറ്റി പറഞ്ഞാല്, ഒരിക്കല് ഒരു 2 പുരുഷന്മാര് പോകുമ്പോൾ ഒരു സ്ത്രീ അതിലെ പൂർണ്ണ ഗർഭവതിയായ ഒരു സ്ത്രീ പോകുന്നു. അപ്പൊ ഈ സ്ത്രീ പ്രഗ്നന്റ് ആണ്. അവരുടെ ഉള്ളിൽ കിടക്കുന്ന കുട്ടി ഏതാണെന്നാണ് ഇവരുടെ തർക്കം. ഒരാൾ പറഞ്ഞത് ആൺകുട്ടിയാണ്, ഒരാൾ പറഞ്ഞ് പെൺകുട്ടിയാണ്. വെറുതെ തർക്കം. ശരി, പ്രശ്നപരിഹാരം ഉണ്ടാക്കാന്ന് ആ സ്ത്രീയെ പിടിച്ചു കിടത്തി കടാര ഊരിക്കൂത്തി ഈ കുട്ടിയെ പുറത്തെടുത്ത ക്രൂരനാണ് ഈ ഉമർ ഖത്താബ് എന്ന് പറയും, ഉമർ ബിൻ ഖത്താബ്. അത് വേണേ ഞാൻ തെളിവൊക്കെ തരാം. അപ്പോ എടുക്കാൻ കുറെ നേരം പിടിക്കും. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. തന്നെയല്ല, ഇതില് മുഹമ്മദിന്റെ മരണത്തിൽ ഒരു വലിയ റോള് സത്യത്തിൽ ഈ ഉമറിനും ഉണ്ട്. അതിന്റെ കാരണമാണ്, ഈ മുഹമ്മദ് സുഖമില്ല കിടക്കുന്നു, അബൂബക്കർ അടുത്തുണ്ട്. അപ്പൊ മുഹമ്മദ് മരിച്ചു എന്നൊരു വാർത്ത ആരെങ്കിലും പുറത്ത് മിണ്ടിയാൽ വെട്ടും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ മരിച്ചു എന്ന് അറിഞ്ഞവർക്ക് പോലും ഇത് പുറത്ത് പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം ജനം വയലന്റ് ആകാതെയും മറ്റു നിലയിലൊക്കെ ഇരിക്കത്തക്ക വിധം ഉമർ വളരെ ശക്തമായിട്ട് ഈ മരണം ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് അറിയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇത് പിന്നെ അബൂബക്കർ കയറി ഇടപെട്ടതൊക്കെ ഒരു ക്രമീകരണം പിന്നീടാണ് വരുത്തുന്നത്. എന്നിട്ടും തർക്കം തുടർന്നു. ഒടുക്കം ഒരു ഖലീഫയെ വാഴിക്കണം. അപ്പൊ ഈ ഖലീഫയെ വാഴിക്കാൻ വേണ്ടി വരുമ്പോൾ മുഹമ്മദിന്റെ അനുഗാമിയാണ്, അപ്പൊ അലിക്കാണ് ആദ്യ ചാൻസ് എങ്കിൽ അത് ആയിഷ കയറി വെട്ടി. ഇതാണ് കാര്യം.
അലി ആയിഷയെ നോട്ടമിട്ടിട്ടുണ്ട്. വളരെ രൂക്ഷമായിട്ട് ആയിഷയുടെ വിഷയത്തിൽ അലിക്ക് നല്ല സംശയമുണ്ട്, വളരെ സംശയമുണ്ട്. അലി അത് ഉറപ്പിച്ചിരിക്കുകയാണ്, സാഫ്വാൻ ബന്ധം കറക്റ്റ് ആയിരുന്നു എന്ന് തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ തനിക്ക് കിട്ടേണ്ട, തന്റെ ഭാര്യയ്ക്ക് കിട്ടേണ്ട പരിഗണനയും കാര്യമൊക്കെയാണ് ഇവരുടെ പക്കലേക്ക് വന്നത് എന്നൊരു പ്രശ്നം കൂടി അലിയുടെ ഉള്ളിലുണ്ട്. എനിവേ, അവിടെ അബൂബക്കർ ആകുന്നു. അബൂബക്കർ ചുരുങ്ങിയ നാളിലെ ഭരണത്തിന് ശേഷം തൊട്ടടുത്ത ചാൻസ് ഉമറിന് കിട്ടുന്നു. ഉമർ കഴിഞ്ഞാണ് ഉസ്മാൻ വരുന്നത്. ഈ രണ്ടാളിൽ നിന്ന് വിഭിന്നമായിട്ട് ഉസ്മാന്റെ ഒരു പ്രത്യേകത, അയാള് സമ്പന്നനാണ്, ഒത്തിരി സമ്പന്ന പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ജീവിതം അതുകൊണ്ട് തന്നെ ചിലവേറിയതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആഡംബര ജീവിതം വിമർശിക്കപ്പെട്ടു. ഒന്ന്. രണ്ടാമത്, ഇയാൾ വലിയൊരു തന്ത്രജ്ഞനായിരുന്നു. അപ്പോ ഈ തന്ത്രജ്ഞനായ ഇദ്ദേഹം ഈ അബൂ സുഫിയാന്റെ മകനായ മുആവിയ, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു ക്യാരക്ടറാണ് ഈ മുആവിയ. ഈ മുആവിയയെ സിറിയയിലെ ഗവർണറാക്കി അയക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഈ സിറിയൻ ഗവർണർ ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പരിസരത്തേക്കെല്ലാം ഈ രാജ്യം വിസ്തൃതമാക്കുന്നു, അധികാരപരിധി വിസ്തൃതമാക്കുന്നു. അപ്പോ ഈ ഇസ്ലാമിക് വേൾഡിലെ ഒരു ചെറിയ പ്രവിശ്യയായിരുന്ന സിറിയ വളർന്ന് 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 അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും നാവികപ്പട സ്വന്തം ഉണ്ടായിരുന്നു അന്ന് ഈ മുആവിയയ്ക്ക്. അപ്പൊ മുആവിയ പതുക്കെ ഇതിനേക്കാൾ വളർന്നു. അതായത് മുഴുവൻ ഇസ്ലാമിക ലോകത്തെക്കാളും സമ്പന്നനായി വളരുകയും അദ്ദേഹത്തിന് യുദ്ധതന്ത്രജ്ഞതയിലും ഒക്കെ നല്ല മികവ് വരികയും അദ്ദേഹം കരുത്തനാവുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഇത് അദ്ദേഹത്തെ പതുക്കെ അദ്ദേഹമാണ് ഖലീഫ എന്ന നിലയിലേക്ക് ചിന്തിക്കാൻ, അല്ലെങ്കിൽ ഈ ഖലീഫ പറഞ്ഞാലൊന്നും പുള്ളി കേൾക്കാതായി. അപ്പൊ ഉസ്മാനും ഇതേ അബൂ സുഫിയാന്റെ മകനായ മുആവിയയും തമ്മിലും കലഹമായി. ആ പ്രശ്നം നിലനിൽക്കെ ചെയ്യാണ് ഈ അബൂബക്കർ കുടുംബം വന്നിട്ട് അവർക്കും അധികാരത്തിൽ ന്യായമായ സ്ഥാനം വേണം എന്നൊക്കെ ചിന്തിച്ചിരിക്കെ ഈ മുആവിയയുടെ തന്നെ ഒരു സ്വന്തക്കാരനെ ഇങ്ങോട്ട് ഈജിപ്തിൽ ഗവർണറാക്കി അയക്കും. അപ്പൊ അത് ഇദ്ദേഹത്തിൽ സമ്മർദ്ദം ചെലുത്തി മാറ്റിക്കൊണ്ട് ഇവനെ അങ്ങോട്ട് വെക്കാൻ പറ്റിയല്ല, പകരം മുഹമ്മദിന്റെ അളിയൻ, അതായത് അബൂബക്കറിന്റെ മകൻ, അതും അല്ലെങ്കിൽ ആയിഷയുടെ ബ്രദർ, അയാളുടെ പേര് മുഹമ്മദ് എന്നാണ്, അയാളെ നമുക്ക് ഈജിപ്തിലേക്ക് ആക്കണം എന്നൊരു സമ്മർദ്ദം ഈ നബി കുടുംബത്തിൽ നിന്ന് ഉസ്മാന്റെ മീതെ ഉണ്ടാവുകയാണ്. നിർബന്ധിതനായ ഉസ്മാൻ ഒടുക്കം ഈ മുഹമ്മദിനെ അങ്ങോട്ട് അയക്കുക. മുഹമ്മദിനുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇദ്ദേഹം ഇങ്ങനെ പോകുന്ന വഴിക്ക് വെറുതെ നോക്കിയപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന ഇയാൾ അവിടെ വരുമ്പോൾ തട്ടിക്കളഞ്ഞേക്കണമെന്നാണ്. ഇത് തിരിച്ചു വന്ന് ഇയാൾ വലിയ വിഷയം ഉണ്ടാക്കും. അതിനു മുമ്പ് ഗുണത്തിന് വേണ്ടി ചെയ്ത ചിലതെല്ലാം അങ്ങ് ദോഷമായി മാറി. ഇദ്ദേഹം തൊടുന്നതെല്ലാം പ്രശ്നമായി. ഒടുക്കം അങ്ങനെ ചെയ്ത ഒരു കാര്യമാണ്, ആളുകൾ ഈ പലതരം ഖുർആൻ ഉപയോഗിക്കുന്ന കണ്ട് നാളെ പ്രയാസമാകുമല്ലോ എന്ന് കരുതി ഇദ്ദേഹം ഒരു ഖുർആൻ അവശേഷിപ്പിച്ചു. ഉസ്മാനിക് വേർഷൻ നമ്മളതിന് പറയുന്നത്. ഈ ഖുർആൻ അതായത് തന്നെ ശേഖരിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്കറിയാം. അവിടെ നിന്ന് വന്നപ്പോൾ ഹഫ്സയുടെ വീട്ടിൽ നിന്ന് ആട് നിന്ന് പോയ കഥയൊക്കെ അറിയാം. അപ്പോൾ അവിടുന്ന് കല്ലെറിഞ്ഞു പോകുന്ന ആയത്തും അതുപോലെ തന്നെ മുലകുടി ഹദീസ് ഇവയെല്ലാം പോയി. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ എല്ലാം നഷ്ടപ്പെട്ടു പോവാണ്. അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോയതൊരു ഗുണം ചെയ്തു കേട്ടോ. ആടിന്റെ ഒരു വിവരമാണ് കേട്ടോ. ആട് അത് കയറിയ തിന്നത് നന്നായി. ആട് കുറെ കൂടെ തിന്നിരുന്നെങ്കിൽ ഇവര് കുറെ നന്നായനെ. മനസ്സിലായില്ലേ? ഈ കല്ലെറിഞ്ഞു കൊല്ലുന്ന ക്രൂരതയും ഈ സ്ത്രീകൾ ഒരു പുരുഷൻ വീട്ടിൽ വന്നാൽ മുല കുടിപ്പിക്കണമെന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന വൃത്തികേടുകളെല്ലാം കണ്ട ആട് ഓർത്തു ഇത് മോശമാണല്ലോ എന്നോർത്ത് ആടിനൊരു വിവേകം വന്നു. അത് പറയാതിരിക്കാൻ പറ്റിയല്ല അല്ലി സാറേ. ആടി സാധനം എല്ലാടെ തിന്നു. അന്ന് മുതൽ ഇവർക്കൊരു വിഷയമുണ്ട്, ആട് എവിടെ നിൽക്കുന്ന കണ്ടാലും ആടിനെ തിന്നണം. അങ്ങനെ ഒരു വിഷയമുണ്ട്. ആട് ഖുറാൻ തിന്നു. അപ്പോ ആട് ഖുറാൻ തിന്നുന്നു, ആടിനെ കണ്ടാൽ നമുക്ക് തിന്നണം. ഈ വിധത്തിലേക്ക് ആ കാര്യങ്ങളെത്തി. അല്ലെങ്കിൽ ആടിന്റെ വിവരം നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഇനി ആടെന്ന് എഴുതി വേണ്ട ബ്രാക്കറ്റ് എന്ന് എഴുതേണ്ടി വരും. എന്നാന്ന് വെച്ചാ ഈ ഇവരെ ബഹുമാനിച്ച് പറയല്ലോ, ഈ ആടെന്തോ വലിയ എന്തെങ്കിലും കഴിവുള്ള ഒരാടാണ്, അല്ലെങ്കിൽ ഇത് തന്നെ നോക്കി തിന്നോ, എത്രയോ ആയത്തവിടെ കിടക്കുന്നു, ഫാത്തിഹ തിന്നോ, ഇല്ലല്ലോ, വേറെ ഇതൊന്നും തിന്നില്ല. ഇവർക്ക് ശല്യം ചെയ്യാത്തൊരായത്ത്, മറ്റു മനുഷ്യന് വലിയ ദോഷം വരാത്ത ആയത്ത്. ഈ ആട് ഈ ബക്കറയും മറ്റേ നമ്മുടെ തൗബയും കൂടെ തിന്നിരുന്നെങ്കിൽ ഈ കാവാരിജികളും ഭീകരന്മാരും പിന്നെ ഉണ്ടാവുമോ? നിങ്ങളൊന്ന് ആലോചിച്ച്. ഇത്രയും ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊല്ലുന്ന ബോംബ് പൊട്ടിക്കുന്ന മനുഷ്യരൊന്നും ഉണ്ടാവില്ലായിരുന്നു. അതിന്റെ കാരണം 2-3 ആടുണ്ടായിരുന്നെങ്കിൽ സംഗതി വളരെ പേശായനെ. ഏതായാലും ഈ ആട് വിവേകത്തോടെ കയറി ഈ സാധനം തിന്നു. അപ്പോ ചുരുക്കി പറഞ്ഞ ഉസ്മാൻ കിട്ടിയതെല്ലാം കൊണ്ട് കുത്തിക്കെട്ടി ഒരു ഖുറാൻ ഉണ്ടാക്കി, ബാക്കി മുഴുവൻ കത്തിച്ചു. അപ്പൊ നാട്ടിലെല്ലാം പാട്ടായി, ഖുറാൻ കത്തിച്ചു. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഇസ്ലാമിക ലോകം അന്ന് ഇന്നും വളരെ സെൻസിറ്റീവാണ്. അവർ പെട്ടെന്നൊരു വിഷയത്തോട് വികാരപരമായിട്ടാണ് പ്രതികരിക്കുന്നത്. അപ്പം മുഹമ്മദ് എന്നൊരു പേരിട്ടതിന്റെ പേര് മാഷിന്റെ കൈ വെട്ടിയ മനുഷ്യരാണ് 1400 കൊല്ലം കഴിഞ്ഞ് കേരളത്തിലുള്ളത്.
അപ്പൊ 1400 കൊല്ലം മുമ്പുള്ള മനുഷ്യർ എങ്ങനെ പ്രതികരിക്കും? അവര് കയ്യിൽ ഉടനെ പ്രശ്നമാക്കി ഇയാളുടെ വീട് വളഞ്ഞു. അപ്പോഴാണ് ഈജിപ്തിലേക്ക് പോയ ഗവർണറെ കൊല്ലാൻ കത്ത് കൊടുത്തു വിട്ടു എന്നും പറഞ്ഞ് ഇയാൾ പുറകെ വരിക. ഇവരെല്ലാടെ കൂട്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ വീട് വളഞ്ഞു. അന്നും ഈ ഖലീഫയെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരാള് ഈ അലിയാണ് കേട്ടോ. അലി ഇങ്ങനെ കയറി പിടിക്കാനൊന്നും ശ്രമിച്ചില്ല. കുറെ മാന്യത ഈ അലിയിലുണ്ട്. അലി ആയുധമൊക്കെ കഴിവൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പണ്ടേ ഇവരെ തട്ടിക്കളഞ്ഞ് സ്ഥാനത്ത് വരാൻ കഴിവുള്ളവനാണ്. അലി കുറെ വിവരവും വായനയൊക്കെ ഉള്ള മനുഷ്യൻ തന്നെയാണ്. അലി ക്രൂരനാണ്. അലിയുടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സമരസപ്പെടാൻ കഴിയില്ലെങ്കിലും താരതമ്യേന കുറെ കഴിവുള്ള മനുഷ്യനാണ്. ഏതായാലും പോളിസി ഉള്ള മനുഷ്യനാണ് പറയണം. അതാണ് വേർഡ്. ആ വേർഡാ നല്ല കുറെ നയമുള്ള മനുഷ്യനാണ്. അതാണ് പറഞ്ഞു തന്നെ. ഏതായാലും ഉസ്മാനെ ഏകദേശം 21 ദിവസം ഇങ്ങനെ വളഞ്ഞു. പട്ടിണി കിട്ടും, ആഹാരം കഴിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഒരു ജുമാ നമസ്കാരം കഴിഞ്ഞ ശേഷം ഉസ്മാൻ ഇങ്ങനെ പട്ടിണിക്കിരുന്ന് ഈ ഖുറാൻ കയ്യിലിരിക്കുന്ന ഖുറാൻ വായിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ച് ദാരുണമായി കൊല്ലുകയാണ്. അപ്പോ പിന്നീട് ഈ ഖുറാൻക്ക് വേർഷനും കത്തിക്കുന്നുണ്ട്. ഇതും കത്തിച്ചിട്ട് പിന്നെ രൂപപ്പെടുകയാണ് അടുത്ത ഖുറാൻ. സങ്കീർണമാണ് അതിന്റെ ചരിത്രം. ഇതിനിടയ്ക്ക് മുആവിയയുടെ യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ ഉസ്മാന് നേരെ ഈ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഖുറാൻ വെച്ച് കെട്ടിയ കുന്തം നീട്ടിപ്പിടിക്കും. ഇതൊക്കെ ഞാൻ പറയുന്നത് കെട്ടുകഥയല്ല കേട്ടോ, നിങ്ങൾക്ക് പുസ്തകത്തിന്റെ പേരൂടെ പറയാം. നിങ്ങൾ പോയിട്ട് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പാഠപുസ്തകം ഇപ്പോഴും കിട്ടും സംഗതി. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ഗവൺമെന്റ് പുറത്തിറക്കുന്ന പാഠപുസ്തകമാണ്. ടി ജമാൽ മുഹമ്മദിന്റെ ഒക്കെ പുസ്തകം നോക്കിയാൽ മതി. അങ്ങനെ കുറെ ബുക്കുകളുണ്ട്. അതിൽ ഈ ജമാൽ മുഹമ്മദ് സാറ് ഞാനിത് ഒത്തിരി പറഞ്ഞ ശേഷം കുറെ വീഡിയോകൾ ചെയ്ത ശേഷം അദ്ദേഹത്തെ പോയിട്ട് നമ്മുടെ MC അബ്ദുൽ നാസർ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. ആ ഇന്റർവ്യൂവിന് ശേഷം ഈ പാഠപുസ്തകത്തിൽ നിന്ന് ചില പാഠങ്ങൾ എടുത്തു മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ചേ, നമ്മളെപ്പോലെ ഒരു ദുർബലനായ മനുഷ്യൻ ശ്രമിച്ചപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് പാഠപുസ്തകം തിരുത്തേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴേ അപ്പം അതിന്റെ ഗതികേടെന്ന് ആലോചിച്ചാൽ മതി എത്രത്തോളം പോയി നിൽക്കുന്നു കാര്യങ്ങളുടെ കിടപ്പെന്ന്. ഏതായാലും പറഞ്ഞു വന്നത് ഇങ്ങനെ ഉസ്മാന്റെ ചരിത്രത്തിലുണ്ട്, അലിയുടെ ചരിത്രത്തിലുണ്ട് വലിയ ഗഹനമായ പുഴുക്കുത്തുകൾ. ഒന്നുകൂടെ പറഞ്ഞു നിർത്തട്ടെ. ഇതിനു ശേഷം അലി അധികാരത്തിൽ വരികയാണ്. അലി അധികാരത്തിൽ വരുന്നതിനെ അസഹനീയമായിട്ടാണ് ആയിഷ കാണുന്നത്. ആയിഷ ഒരു സൈന്യത്തെ സജ്ജീകരിച്ച് അലിക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുന്നു. അലി ഇവരെ ജമൽ യുദ്ധത്തിൽ വെച്ച് പരാജയപ്പെടുത്തുന്നു. അതിനുശേഷം മറ്റേ മുആവിയ ശക്തിപ്പെടുന്നു, അയാളുടെ മകൻ വാലിദ് ശക്തിപ്പെടുന്നു. അപ്പോ അതിനുശേഷം ഈ അലിയുടെ 2 മക്കള് ഹസനും ഹുസൈനും അവര് കർബലയിലെ യുദ്ധത്തിൽ വെച്ച് ഹുസൈൻ കൊല്ലപ്പെടുന്നു. ഹസനെ ദാരുണമായി കൊല്ലുന്നു. തല വെട്ടിക്കൊണ്ടാണ് വാലിദിനെ കൊണ്ട് കൊടുക്കേണ്ടത്. അങ്ങ് മുആവിയുടെ മകന് തല വെട്ടിക്കൊണ്ട് കൊടുക്കേണ്ടി വന്നു. പിന്നെ കാബായിലെ കറുത്ത കല്ല്, കാബ തന്നെ അത് അച്ചുടയ്ക്കുന്നു. കാബായിലെ കറുത്ത കല്ല് അടിച്ച് നിലംപൊരിയാക്കിയിട്ട് പല കഷ്ണാക്കുന്നു. അതിന്റെ ഒരു മുറി മാത്രമാണ് ഇപ്പൊ അവിടെ ഇരിക്കുന്നത്. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തെടുത്തിരിക്കുകയാണ്. അല്ലാതെ പൂർണ്ണമായിട്ടുള്ള കാബായിലെ കല്ലൊന്നും ഇല്ല. ഇതിന് പറയുന്ന പേര് ഹർറ സംഭവം എന്നാണ്. നിങ്ങൾ ഹർറ എന്ന് ഗൂഗിൾ ചെയ്യുകയോ ഈ പ്രസിദ്ധം ചെയ്ത പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്യുക. അതിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ നിർത്തട്ടെ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മറ്റുള്ള മനുഷ്യര് ഇസ്ലാമിനെ ഏതെങ്കിലും തരത്തിൽ യുദ്ധം ചെയ്തതിനേക്കാൾ അധികം ആളുകൾ ഇസ്ലാം പരസ്പരമുള്ള യുദ്ധത്തിൽ മരിച്ചുപോയിട്ടുണ്ട്. അഭിനീം ഖലീഫമാരിൽ ഒരു മാന്യമായ സ്വാഭാവിക മരണം കിട്ടിയത് അബൂബക്കറിന് മാത്രമാണ്. ഉസ്മാൻ കൊല ചെയ്യപ്പെട്ടു, ഉമർ കൊല ചെയ്യപ്പെട്ടു. ആരാൻ ഫിറോസ് എന്നറിയപ്പെടുന്ന ഒരടിമ ഇദ്ദേഹത്തെ കൊല്ലുന്നുണ്ട്, ഉമറിനെ കൊല്ലുന്നു. ഫിറോസ് കൊല്ലാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അയാള് അടിമയായിരുന്നു. അപ്പൊ അയാൾ ഒരു പരാതി വന്ന് പറയുകയാണ് ഉമറിനോട്. അതായത് തനിക്ക് തന്റെ യജമാനൻ ഒരു ദിവസം 2 ദിറം വെച്ച് താൻ അദ്ദേഹത്തിന് കൊടുക്കണം. അതിന് പണിയില്ലാത്ത ഞാൻ എവിടെ നിന്നാണ് ഈ ക്യാഷ് കൊടുക്കുന്നത്? അപ്പൊ പറഞ്ഞു, നീ അടിമയാണോ? ആ പണം കൊടുത്തേ പറ്റൂ, എങ്ങനെയും കൊടുക്കണം. അത് എങ്ങനെയെന്ന് അറിയണ്ട. ഇയാൾ വിഷം പുരട്ടിയ കത്തിക്ക് ഉമറിനെ കുത്തിക്കൊല്ലും. അപ്പൊ ഉമറിന്റെ കാര്യം തീർന്നു. അനേക മനുഷ്യരുടെ രക്തം ചിന്തിയ ക്രൂരനായ ഉമർ അങ്ങനെ തീരുകയാണ്. അടുത്തത് ഉസ്മാനെ കൊന്നത് ഞാൻ പറഞ്ഞു. അത് ഈ പറയപ്പെട്ട അബൂബക്കറിന്റെ മകൻ, അതായത് ആയിഷയുടെ സ്വന്തം ബ്രദർ. ഇനി ആരാണ് അലിയെ കൊന്നെന്നറിയണ്ടേ? അലി പിന്നീട് അലിയെ കൊല്ലുന്നത് ഇബ്നു മുൻജാൻ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ഈ മുൻജാൻ കൊല്ലാൻ കാരണം അവനൊരു കാമുകി ഉണ്ടായിരുന്നു. കാതൻ എന്നാണ് ആ സ്ത്രീയുടെ പേര്, കാതൻ. ഈ കാതൻ ആവശ്യപ്പെട്ടൊരു കാര്യം, ചിരകാലമായ വൈരാഗ്യം ഈ അലിയോട് അവർ സൂക്ഷിച്ചിരുന്നു. അലിയുടെ തല കൊയ്തുകൊണ്ട് വന്നാൽ നിന്നെ ഞാൻ വിവാഹം കഴിക്കാം എന്ന് പറയുകയാണ്. മഹറില്ലാതെ വിവാഹം കഴിക്കാം. അങ്ങനെ വിട്ട് ഇബ്നു മുൻജാൻ ഈ കാതന് വേണ്ടി കാതന്റെ ഇഷ്ടപ്രകാരം അലിയെ വകവരുത്തുകയാണ്. അലിയെ വകവരുത്തിയ മനുഷ്യന്റെ പ്രത്യേകതകൾക്കുണ്ടേ. അയാളെ ഈജിപ്തിലേക്ക് ഖുറാന്റെ പ്രചരണാർത്ഥം പറഞ്ഞയച്ച ഒരു ഹാഫീസാണ്. ഹാഫീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഖുറാൻ മനഃപ്പാടമാക്കിയ ആൾ. ഖുറാൻ മനഃപ്പാടമാക്കിയ ഒരാളിന് ഇസ്ലാമിക ലോകം വലിയ പരിഗണനയാണ് നൽകുന്നത്. അദ്ദേഹത്തിന് സഞ്ചരിക്കുന്ന ഖുറാൻ, ജീവനുള്ള ഖുറാൻ എന്നൊക്കെ നിലയിലെ ബഹുമാനം കിട്ടും. അങ്ങനെ അലിയെ കൊലപ്പെടുത്തിയത് ഇത്തരം ഒരു മനുഷ്യനാണ്. അപ്പോ
ഇനി പ്രവാചകന്റെ മക്കളെ കൊന്നാരാണ്? അദ്ദേഹം മുമ്പേ പറഞ്ഞ ഈ അബൂ സുഫിയാന്റെ മകനായ മുആവിയയുടെ മക്കളാണ്, അല്ലെങ്കിൽ അവരുടെ യുദ്ധത്തിലാണ് ഈ മക്കൾ രണ്ടും കൊല്ലപ്പെടുന്നത്. തദനന്തരം ആരാണ് കാബ നശിപ്പിച്ചത്? ആരാണ് കാബയിലെ കറുത്ത കല്ല് അടിച്ച് തകർത്തത്? പിന്നെ ഈ കല്ല് പോകുന്ന വഴിയൊക്കെ ഉണ്ട്, അത് നമ്മൾ പല ചർച്ചകളിൽ പറഞ്ഞതാണ്. അപ്പോ കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം മനസ്സിലായി കാണും. ഇനിയും ചോദിച്ചാൽ ബാക്കി പറയാം. വെളിപ്പാസ്റ്റർ കേട്ടോ? ആ ഞാൻ കേട്ടു. അല്ല, ഖുർആനെ സംബന്ധിച്ച് പാസ്റ്റേ വേറൊരു കാര്യം കൂടെ ഇവിടെ പറയുന്നത്, ഖുർആൻ തജ്വീദ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇസ്ലാം ആയിട്ട് അംഗീകരിക്കുന്ന KV അബ്ദുറഹ്മാൻ മുസ്ലിയാർ യാ ഉലുമത്തി തജ്വീദ് എന്ന് പറഞ്ഞൊരു പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങള്, ഉസ്മാന്റെ കാലത്ത് അദർബിജാനിലും ഇർമനിയായിലും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ഖുർആനിലെ ചില വാക്കുകളുടെ പാരായണത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അത് കലഹത്തിന് വഴിവെക്കുകയും ചെയ്തപ്പോൾ സൈന്യത്തിന്റെ നായകനായിരുന്നു ഹുദൈഫ ഇബ്നുൽ യമാൻ ഇടപെടുകയും ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പ്രതികരണം അറിയുന്നതുവരെ ക്ഷമിക്കണമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ഉടനെ മദീനയിലേക്ക് യാത്രയായി ഉസ്മാൻ റളിയല്ലാഹുവിനെ സമീപിച്ച് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, താങ്കൾ ഖുർആനെ സംരക്ഷിക്കണം. ഖുർആനിൽ ജനങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് താങ്കൾ ഒരു മുസ്ഹഫ് എഴുതുകയും അതുപ്രകാരം മാത്രമേ ഓതാവെന്ന് കൽപ്പിക്കുകയും വേണം. ഇത് കേട്ടപ്പോൾ ഉസ്മാൻ വളരെ ഗൗരവത്തോടെ പ്രശ്നം പരിഹരിച്ചു. സ്വഹാബികളെല്ലാം ഉടൻ മദീനയിലേക്ക് വരാൻ കൽപ്പിച്ചു. അങ്ങനെ 12,000 സ്വഹാബികൾ ഉസ്മാന്റെ സന്നിധിയിൽ ഹാജരായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരിതെല്ലാം കൂടെ കേട്ട് എന്ത് ചെയ്തു? പഴയ കാലത്ത് ക്രോഡീകരിച്ചതായ ഖുർആൻ മുഹമ്മദിന്റെ മരണശേഷം സെയ്ദ് ബിൻ താബിത്തിനാൽ ക്രോഡീകരിക്കപ്പെട്ട ഖുർആൻ. അതന്നെ സെയ്ദ് പറയുന്നുണ്ട്, ഒരു മല നീങ്ങിപ്പോകുന്നതിനേക്കാൾ കഷ്ടമാണ് ഖുർആൻ ക്രോഡീകരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എവിടുന്നൊക്കെ തണ്ടും മുണ്ടും ഒക്കെ ആയിട്ട് ക്രോഡീകരിച്ച ഖുർആനില് അവിടെ ഇവിടെയൊക്കെ വലിയ പ്രശ്നം ഉണ്ടായിരുന്ന പറയുന്നത്. അവിടെ മാത്രമല്ല, അദർബൈജാനിലെ ഇർമേനിയയിലെ മറ്റ് പല സ്ഥലങ്ങളിലും ഖുർആൻ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷമാണ് ഉസ്മാൻ എന്ത് ചെയ്തത്? അവിടെ നിന്നൊക്കെ വീണ്ടും ക്രോഡീകരിച്ച് ഉസ്മാന്റെ കെയർ ഓഫിൽ ഒരു ഖുർആനെ ഒക്കെ തന്നെ എഴുതി വെച്ച് നശിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ പറയും. ആയിരക്കണക്കായ സഹാബികൾ നബിയുടെ നേരിട്ട് കേട്ട് എഴുതി വെച്ച മുസാഫുകളെല്ലാം ഉസ്മാന്റെ കൽപ്പന പ്രകാരം വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ നശിപ്പിച്ചു. എന്നാൽ അബ്ദുല്ല ഇബ്നു മസ്ഊദ് മാത്രം അതിനെ വിസമ്മതം പ്രകടിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, 70-ൽ പര സൂറത്തുകൾ നബിയുടെ സ്വന്തം വായിൽ നിന്ന് ഞാൻ കേട്ട് പഠിച്ചതും എഴുതി വെച്ചതും അള്ളാഹുവിനെ തന്നെ സത്യം, അത് നശിപ്പിക്കുകയില്ല, അനുവദിക്കത്തില്ല. എന്നാൽ മുഹമ്മദിൽ നിന്ന് നേരിട്ട് കേട്ടതെല്ലാം തന്നെ ഉസ്മാൻ പൂർണ്ണമായി നശിപ്പിക്കുക. ഇപ്പൊ മുമ്പ് പാസ്റ്റർ പറഞ്ഞതുപോലെ അലിയെ കുറിച്ചുള്ളത് അഭിപ്രായങ്ങളും അതും ഇതെല്ലാം ഉണ്ടായിരുന്നത്. മുഹമ്മദിൽ നിന്ന് നേരിട്ട് കേട്ടത് എഴുതി വെച്ചതെല്ലാം തന്നെ നശിപ്പിക്കുകയും ഉസ്മാന്റേതായ അന്നത്തെ ഭരണത്തിന് വേണ്ടി വേണ്ടതായ രീതിയിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്ത ഖുർആനാണ് വാസ്തവത്തിൽ നിന്ന് നിലവിലുള്ളത്. അതാണ് പല ഇസ്ലാമിക പണ്ഡിതന്മാരും പറയുന്നത്. പാസ്റ്റർ, അതിനെക്കുറിച്ച് എന്ത് പറയുന്നു പാസ്റ്റർ? അല്ല, അതാണ് ശരിയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഗതി ഉള്ളത്, ഖുറാന്റെ ഉച്ചാരണത്തിലാണ് ഈ പ്രശ്നമുള്ളത്. രേഖയിൽ പ്രശ്നമില്ല, കത്തിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ രേഖയിലും പ്രശ്നമുണ്ട്. ഉദാഹരണം, നമ്മൾ ബൈബിള് തരുന്നു, അത് മലബാറി വായിക്കുന്നതും തൃശ്ശൂരുകാരൻ വായിക്കുന്നതും ഇനി തിരുവനന്തപുരംകാരൻ വായിക്കുമ്പോഴും വ്യത്യാസമുണ്ട്, ശൈലിയിൽ വ്യത്യാസമുണ്ട്, കോട്ടയംകാരൻ വായിക്കുമ്പോഴും വ്യത്യാസമുണ്ട്. അപ്പോൾ പക്ഷെങ്കിൽ അത് ആ എഴുതിയ ഫോമിൽ മാറ്റമൊന്നുമില്ല. അതിനെന്താ വ്യത്യാസമില്ല. അപ്പം നിങ്ങൾ അവിടെ നിന്നുള്ളവർ വായിച്ചാൽ യായ്ക്ക് വരെ യാ വരും, അങ്ങോട്ട് വായിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളത് കുഴപ്പം എന്നൊരു പദം വരും. തെറ്റല്ല, അത് ഓരോരുത്തരുടെ ഉച്ചാരണ ഭേദ്യമാണ്. ഞങ്ങൾ ഇങ്ങോട്ട് മധുരതാങ്കൂറിലേക്ക് വന്നാൽ ഈ കൊട എന്നാണ് പറയുന്നത്. കുട എന്ന് പറഞ്ഞാൽ കൊട എന്നായി പോകും. തെറ്റല്ലേ അത്? മൊട്ട എന്നായി പോകും, മുട്ട എന്ന് പറയേണ്ടതിന്. പക്ഷെ എഴുതുമ്പോൾ മുട്ടയെന്ന് എഴുതുള്ളൂ, അതവിടെ കിടപ്പുണ്ട്. അപ്പൊ ഈ മുട്ട എന്ന് എഴുതിയത് ആ ഗ്രന്ഥം കയ്യിലിരിക്കുമ്പോൾ കത്തിക്കേണ്ട കാര്യമില്ല, പ്രൊണൗൺസിയേഷൻ തിരുത്തിയാൽ മതി. അപ്പൊ കത്തിക്കേണ്ടി വന്നത് പല വേർഷൻ ഖുറാൻ അന്നേ ഉണ്ട്. അത് തന്നെയാണ് കാരണം. അതിൽ നിന്നൊക്കെ രൂപപ്പെട്ടു വന്ന സാധനം കൊണ്ടാണ്
പിന്നീടുള്ള ഖുറാൻ എഴുതുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം അല്ല പാസ്റ്റർ, വേർഷൻസ്. ഒറിജിനൽ ഖുർആനല്ല കത്തിച്ച, മുഹമ്മദിൽ നിന്ന് നേരിട്ട് കേട്ട് എഴുതി വെച്ചത്. വേറെ ആരിൽ നിന്നല്ല, ആരിൽ നിന്നും കൂടി എഴുതി വെച്ച പലരിൽ നിന്നും ഇങ്ങനെ കേട്ട് 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 വന്നതല്ല. ഇദ്ദേഹം പറയുന്നത് ഞാൻ നേരിട്ട് പ്രവാചകന്റെ വായിൽ നിന്ന് കേട്ട് എഴുതി വെച്ചതായ ഖുർആനെ ഒരു രീതിയിലും നശിപ്പിക്കുകയില്ല എന്ന് പറയും. ഇതെല്ലാം കത്തിച്ച് കളയാണ് ഉസ്മാൻ ചെയ്തത്. അപ്പൊ ഓക്കെ, അതാണ് ഇവിടെ പ്രത്യേകത. ശരിയാ. അവിടെ നിന്ന് കൊണ്ടതെല്ലാം കത്തിച്ചു. അതെന്ന് പറഞ്ഞാൽ ഈ പറയേണ്ടത് ഇത്രേ ഉള്ളൂ, വേർഷൻസ് പലത് കത്തിക്കുന്ന പിന്നീടാണ്. അതുകൊണ്ട് ഇതിനിടയ്ക്ക് ആയിഷയുടെ മരണമുണ്ട്, മറ്റേ ഇതുപോലെ അതും കൊലയാണ്. അവിടെ നിൽക്കട്ടെ, അതിലേക്ക് കയറി വന്നുണ്ട്. ഈ ഒട്ടകത്തിന്റെ തുടയലില് ഈന്തപ്പനയുടെ മടലില് ഒക്കെ എഴുതിയ ഖുറാൻ കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. ഇതിനാണ് വിരോധം ഉണ്ടാകുന്നത്. അതും ശരിയാണ്, അതാണ് വസ്തുതാപരമായിട്ടുള്ളത്. അപ്പൊ ഇന്ന് വാസ്തവത്തില് ദൈവത്താൽ അല്ലെങ്കിൽ മുഹമ്മദിലൂടെ എഴുതി വെച്ച ഖുർആൻ അല്ല വാസ്തവത്തിൽ ഇന്ന് നിലവിലുള്ളത്. ഇന്ന് നിലവിലുള്ള ഖുർആൻ എന്ന് പറഞ്ഞാൽ ഉസ്മാന്റെ രീതി അനുസരിച്ച് ഉസ്മാൻ കൂട്ടിച്ചേർത്ത് അവിടുന്ന് ഇവിടുന്നൊക്കെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതായ ഖുർആനാണ് വാസ്തവത്തിൽ. മുഹമ്മദിന്റെ കാലത്ത് മുഹമ്മദ് അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ട് എഴുതി വെച്ച ഖുർആനെല്ലാം തന്നെ ഇവരെന്ത് ചെയ്ത് നശിപ്പിച്ച് ഉസ്മാന്റെ കാലത്ത് ഉസ്മാൻ ചേർക്കപ്പെട്ട ഖുർആനാണ് വാസ്തവത്തിൽ നിലവിലുള്ളത്. അഫ്സയുടെ ഖുർആൻ എന്ന നിലവിലില്ല. അഫ്സ മുഹമ്മദ് മരിക്കുന്ന സമയത്ത് ഖുർആൻ ഇല്ലായിരുന്നല്ലോ, ക്രോഡീകരിച്ചിട്ടില്ല. അത് തന്നെ സെയ്ദ് പറയുന്നുണ്ട്, മുഹമ്മദ് ചെയ്യാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെയാ ചെയ്യാം. ഇവര് നിർബന്ധ പ്രകാരമാണ് വാസ്തവത്തിൽ ഖുർആൻ ക്രോഡീകരിക്കുന്നതന്നെ മുഹമ്മദിന്റെ മരണശേഷം. എന്നാൽ ആ ഖുർആന് എല്ലാം ഇവര് നശിപ്പിച്ചിട്ട് ഉസ്മാന്റെ ഒരു ഖുർആനാണ് വാസ്തവത്തിൽ നിലനിൽക്കുന്നത്. ആ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ 36ഓളം ഖുർആന് UK അവര് പുസ്തക രൂപത്തിൽ തന്നെ സീക്കേഴ്സ് കോർണറിൽ പുറത്തിറക്കിയിടുന്നു പറയുന്നു. ഇനിയും പല ഖുർആനിൽ ഉണ്ടെന്നും പറയുന്നു. ഈ അവസ്ഥ വേറെ ഒരു ഗ്രന്ഥത്തിനും ഉണ്ടായിട്ടില്ലല്ലോ. ഇതുപോലെ ഒരു അവസ്ഥ, പരിതാപകരമായ ഒരു അവസ്ഥ എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോ പലയിടങ്ങളിലുള്ള ഖുർആൻ പല രീതിയിലാണ്. അപ്പൊ അങ്ങനെയല്ലേ നമുക്ക് കാണാൻ പറ്റുന്ന പാസ്റ്റർ. അതെ അതെ അതെ. ഇതിന് സഹോദരന്മാരുണ്ട്. പണ്ട് കൃഷ്ണൻകുട്ടി സാറ്, തിരുവട്ടാര കൃഷ്ണൻകുട്ടി സാറ് ഒരു കാര്യം പറഞ്ഞ ഓർക്കുകയാണ്. ഒരു പ്രസംഗത്തിൽ ഖുർആൻ ഞാൻ എന്റെ അടുത്ത് തന്നെയായിരുന്നെങ്കിൽ ഈ ഖുർആൻ ഞാൻ ക്രോഡീകരിച്ചു തരാമായിരുന്നു എന്ന് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പരസ്യമായിട്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് സമയവും സന്ദർഭവും ഞാൻ ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലവും തരാമെങ്കിൽ ഈ ഖുർആൻ ഞാൻ വളരെ ഡീസന്റ് ആയിട്ട് ഓർഡർ അനുസരിച്ച് ക്രമീകരിച്ച് തരാമെന്നായിരുന്നു. അപ്പൊ അതിലൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ അത് ജബ്ബാർ മാഷ് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. അദ്ദേഹം ഇത് ക്രോണോളജിക്കൽ ഓർഡറിൽ മുഴുവൻ ഖുർആനും ഒന്ന് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വർഗീസ് സാറിന്റെ പക്കലും അങ്ങനെ ഉണ്ടെങ്കിലും അത് തെറ്റുണ്ട്. തെറ്റെന്ന് പറഞ്ഞാല് അത് ഏറ്റവും ചുറ്റിക്കുന്ന അദ്ദേഹം അൽബക്കറയാണ്. അൽബക്കറയുടെ കുറെ സാധനം മെക്ക ആയത്താണ്, കുറെ മദനി ആയത്താണ്. അതിങ്ങോട്ട് വായിച്ചു വരുമ്പോൾ വേറെ പല അപ്പുറത്ത് കിടക്കുകയാണ്. ഈ ക്രോണോളജി മുഴുവൻ അൽബക്കറ തെറ്റിച്ച് കളയുന്നതാണ്. പശു ഈ ചാപ്റ്റർ വരുമ്പോഴത്തേക്ക് മുഴുവൻ പൊളിഞ്ഞ് പലതരത്തിലേക്ക് ആയിപ്പോകും. അപ്പോ ഇങ്ങനെ ക്രമീകരിച്ചാലും ഈ ക്രോണോളജിയെ ശരിയാവുള്ളൂ, എഴുതിയ കാലഘട്ടം വെച്ചുള്ള ഓർഡറെ ശരിയാവുള്ളൂ. ഖുറാനെ ശരിയാക്കണമെങ്കിൽ അതിന് ഏറ്റവും നൂതനമായിട്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ചേർത്ത് ഒത്തിരി ചേർക്കാനുണ്ട്. ഇപ്പം കലിമ ചേർക്കാനുണ്ട്, അതുപോലെ നിസ്കാരം ചേർക്കാനുണ്ട്, 5 നേരം നിസ്കാര സമയം ചേർക്കാനുണ്ട്, മറ്റേ റംസാൻ ആഘോഷത്തെക്കുറിച്ചുള്ളത് ചേർക്കാനുണ്ട്, സുന്നത്ത് ചെയ്യേണ്ട കാര്യം ചേർക്കാനുണ്ട്, ഖബറിലെ ദണ്ഡനം ചേർക്കാനുണ്ട്. അങ്ങനെ ആ ഇഷ്യൂസ് എല്ലാം ചേർത്ത് വേണം ചെയ്യാൻ. നീക്കം ചെയ്യാനും ചിലതുണ്ട്. കാരണം നസ്കായി എന്നൊക്കെ പറഞ്ഞ കുറേ ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. മൻസൂക്കായത് നസ്കായതും ഒക്കെ ഉണ്ട്. ഇതെല്ലാം കിടക്കുന്നു, ആകെ ഒരു മിശ്രണമാണ്. അപ്പൊ ഇത് ഒത്തിരി കാലഘട്ടം മുതലേ മറ്റാളുകൾ അമുസ്ലിങ്ങൾ ഇതിലെ ഈ പ്രശ്നം എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു വാദം വരാത്തത് അവർ അറബി മാത്രമേ വായിച്ചിട്ടുള്ളൂ, വേറൊന്നും വായിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ ചർച്ചയ്ക്ക് വന്ന ആളുകൾ ഈ അറബിയിലെ ഒരു അധ്യായം മാത്രം പഠിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഫാത്തിഹ ഓതാൻ അറിയാം, വേറൊന്നുമില്ല. ഈ ഒരു പ്രശ്നം അവരെ ബാധിക്കുന്നുണ്ട്. വർഗീസ് സാറും വന്നിട്ടുണ്ട്. സാറേ ഒന്ന് പ്രതികരിക്കാമോ? സാറേ, ഞാൻ ഈ പുസ്തകത്തിന്റെ ഓർഡറിലാക്കി എന്ന് പറയുന്നത് അധ്യായം മാത്രമേ ഉള്ളൂ. അധ്യായങ്ങൾ മാത്രമേ ഓർഡറിലാക്കിയെന്നേ ഉള്ളൂ. ഇവന്മാരുടെ
രണ്ടാം അധ്യായം പശു ചവിട്ടി തേച്ചിട്ടേക്കുവാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പശു കയറി ഒരു മേയല് മേഞ്ഞു. മേഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഇതെല്ലാം കൂടെ കിടന്നെല്ലാം കൂടെ വേറെ പരുവത്തിലായി. അതുകൊണ്ട് മക്ക മദീനൻ ആയത്തുകളെല്ലാം തേരാപ്പാരയായി പോയി പശുവിനകത്ത്. പശുവിന്റെ കയ്യിരിപ്പോണ്ടാണ്. എന്നാൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാല് ഇതിന്റെ ഈ ഈ അധ്യായങ്ങളുടെ ഓർഡറിൽ മുഹമ്മദിന് ഇത് ലഭിച്ചു എന്ന് ഇവർ അവകാശപ്പെടുന്ന ഓർഡറിലാന്ന് ആക്കിയിട്ട് അതൊന്ന് വായിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഒന്ന് വായിക്കണം, അങ്ങനെ ഒന്ന് വായിക്കണം എല്ലാവരും. പശു 87 വരേണ്ട അധ്യായമാണ്. പക്ഷെ ഇന്ന് പശുവിനെ കൊണ്ട് കെട്ടിയിരിക്കുന്നത് രണ്ടാം ഭാഗത്തായിട്ടാണ്. ആദ്യത്തെ ശാപം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കുറ്റിയിലാണ് പശുവിനെ കെട്ടിയിരിക്കുന്നത്. പശു കഴിഞ്ഞ് പിന്നെ ഒത്തിരി തേനീച്ച കൂടിനകത്ത് ഇട്ടിട്ടുണ്ട്, കന്നുകാലിക്കൂട്ടമുണ്ട്, ആനയുണ്ട്, പിന്നെ എട്ടുകാലിയുണ്ട്. ഇതിനെല്ലാം ഓരോരോ കൂടിനകത്ത് അടച്ചിങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വായിക്കുന്നവര് ഈ ഓർഡറില് പശുവിനെയും എല്ലാം ഒന്ന് കൊണ്ടുവന്ന് കെട്ടി തേനീച്ചയെ പിടിച്ച് കൂടിനകത്തിട്ട് പിന്നെ എട്ടുകാലിയെ പിടിച്ച് എവിടെങ്കിലും കൊണ്ട് 8 കാലുള്ളതുകൊണ്ട് എവിടെങ്കിലും കെട്ടിയിടാം. കെട്ടിയിട്ട് എല്ലാം കൂടെ പിന്നെ ഒന്ന് ഓർഡറിൽ ഇട്ട് വായിച്ചു കഴിയുമ്പം നിങ്ങൾക്ക് ഈ ഖുറാൻ എന്ന് പറയുന്ന ചതിപുസ്തകത്തിന്റെ നേർ ചിത്രം കാണാൻ പറ്റും. ഞാനിത് ഓർഡറിലാക്കിയിട്ട് ഞാൻ അറ്റ്ലീസ്റ്റ് 2 വട്ടമെങ്കിലും വായിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും മുസ്ലിമിന് അങ്ങനെ ഒന്ന് വായിച്ചിട്ട് ഈ പറഞ്ഞ പോലെ അർത്ഥമറിയാത്ത ഖുറാൻ വായിച്ചാൽ പോരാ, അർത്ഥം അറിഞ്ഞ് ഖുറാൻ വായിക്കണം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ നല്ല ഭംഗിയായിട്ട് അറബി അറിയാമെങ്കിൽ അർത്ഥം അറിഞ്ഞ് അതുകൊണ്ട് വായിക്കുക. അതല്ല നിങ്ങൾക്ക് മലയാളമേ അറിയത്തുള്ളെങ്കിൽ മലയാളത്തിൽ അതിനെ ഒന്ന് വായിക്കുക. വായിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഖുറാൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്തെ കണ്ടന്റ് മനസ്സിലാകത്തുള്ളൂ. ഇതിനകത്ത് ഒരുത്തൻ വന്നിട്ട് നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല രീതിയിൽ ചിരിക്കുക, നല്ല രീതിയിൽ മൂത്രമൊഴിക്കുക, നല്ല രീതിയിൽ ടോയ്ലറ്റ് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറെ ആയത്തുകളും ഇവിടെ കണക്കൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഇട്ടിരുന്നു. ഈ ഖുറാൻ ഏതെങ്കിലും ഒരു നല്ല കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചാണ്. ബാക്കി എല്ലാ മോശപ്പെട്ട കാര്യങ്ങളും അള്ളാഹും മുഹമ്മദോട് ഇറക്കിയതാണ്. ഇപ്പൊ ഒരു മനുഷ്യന്റെ പ്രാണന് പിന്നെ മറ്റ് സർവ്വ ലോകത്തെക്കാളും വിലയേറിയതാണെന്നൊക്കെ പറയുന്ന പ്രസ്താവനകൾ ഇവരെടുത്തോണ്ട് വരും. പക്ഷെ അത് മുഹമ്മദ് പഠിപ്പിച്ചതോ മുഹമ്മദിനെ അള്ളാഹ് പഠിപ്പിച്ചതല്ല. പഴയ നിയമത്തിനകത്ത് ദൈവം മോശയ്ക്ക് കൊടുത്ത പ്രമാണത്തിന്റെ കോപ്പി അടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഈ പറയുന്ന ഈ നന്മകളെന്ന് പറയുന്ന ഒന്നും ഖുറാനകത്തുള്ളതല്ല. വല്ലവരും പറഞ്ഞതിനെ കോപ്പി അടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു കള്ള മുസ്ലിം പെണ്ണ്, അവളെ അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല, വേറെ ഇച്ചിരൂടെ കട്ടുകൂട്ടി എന്തെങ്കിലും വിളിക്കണം, അവൾ അവിടെ വ്യഭിചാരിയായ പ്രവാചകനെ നല്ലൊരു ഭർത്താവാക്കാൻ വേണ്ടി ശ്രമിച്ച ശ്രമത്തിന്റെ ഇടയ്ക്ക് ഈ കത്തോലിക്ക ഓർത്തഡോക്സുകാർ കല്യാണം കഴിപ്പിക്കുമ്പോൾ അച്ഛന്മാര് കല്യാണം കഴിപ്പിക്കുന്ന സമയത്ത് ഭാര്യയോടും ഭർത്താവിനോടും പറയുന്ന വാചകങ്ങളിൽ ഭർത്താവിനോട് പറയുന്ന ഒരു വാചകമുണ്ട്: നീ ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണം, നീ കഴിച്ചില്ലെങ്കിലും അവളെ കഴിപ്പിക്കണം. ഈ പ്രസ്താവനയെ കോപ്പി അടിച്ചിട്ട് ഈ കള്ള ബെടുവ പറയുന്ന വാക്ക് അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എന്തോ ഒരു ഉളുപ്പില്ലായ്മയാണെന്നുള്ളതാണ് നമുക്കിത് കേൾക്കുമ്പോഴേ. ഞാൻ കേട്ടിരുന്ന പക്ഷേ അത് ഉളുപ്പില്ലായ്മ എന്ന് പറഞ്ഞാൽ ഒരു അന്തസ്സില്ലാത്ത ഉളുപ്പില്ലായ്മ. സാധാരണ മനുഷ്യന് ഉളുപ്പില്ലായ്മ ഉണ്ട്, അത് മുസ്ലിങ്ങൾക്ക് പൊതുവേ ഉള്ളതാണ്. ആരെങ്കിലും പറഞ്ഞത് മുഴുവൻ എടുത്തോണ്ട് വന്നിട്ട് പിന്നെ മുഹമ്മദ് സായെ കുറിച്ച് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ലോകം കണ്ട ഏറ്റവും വലിയൊരു പ്രവാചകനാണ് മുഹമ്മദ് എന്ന് ബുദ്ധൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കോട്ട് ചെയ്തിടാറുണ്ട്. എന്നാലും ഈ വാചകം എടുത്ത് മോഷ്ടിച്ചിട്ട് അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നടന്നു. അപ്പൊ അവള് കൃഷിയിടം കണ്ടില്ലായിരുന്നു? ഭാര്യയ്ക്കിട്ട് നല്ല കീറ് കൊടുക്കാൻ പറഞ്ഞത് കണ്ടില്ലായിരുന്നു? ഇതൊന്നും അവള് കണ്ടില്ല. വല്ലവരും പഠിപ്പിക്കുന്ന എടുത്ത് കോപ്പി അടിച്ചുകൊണ്ടെന്ന് പഠിപ്പിക്കുന്ന ഒരു ശീലം ഇവർക്ക് പൊതുവിലുള്ളതാണ്. അതങ്ങ് വിട്ടേക്കാം നമുക്ക്. പക്ഷെ നന്മകളൊന്നും ഖുറാനകത്തില്ല, അതാരും തിരഞ്ഞു നോക്കുകയും വേണ്ട. പക്ഷെ ആദ്യ കാലങ്ങൾ തൊട്ട് നിങ്ങളൊന്ന് ഖുറാൻ ഈ ഓർഡറിലൊന്ന് വായിച്ചു നോക്കി. അതിനകത്ത് കിടക്കുന്ന ഒരു കാര്യം ആദ്യകാലങ്ങളിൽ ഇപ്പം നിങ്ങള് ഈ ഒരു ദൈവിക ഗ്രന്ഥമാണ് ഖുറാൻ എന്ന് പറയുമ്പോൾ ഈ ഖുറാന്റെ ആദ്യം ഇറങ്ങിയ അധ്യായം അതൊന്ന് വായിച്ചു നോക്കി. രക്തക്കട്ടയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കിയവൻ വായിക്കാൻ പറയുന്നു. വായിക്കാൻ പറഞ്ഞാൽ പുള്ളിക്ക് വായിക്കാൻ അറിയത്തില്ല. വായിക്കാൻ പറഞ്ഞു, അവിടെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചിട്ട് വായിക്കടാന്ന് പറഞ്ഞാൽ വായിക്കാൻ പറ്റും? അക്ഷരം അറിയാതെ എങ്ങനെ വായിക്കുന്നത്? ഉമ്മി എങ്ങനെയാണ് വായിക്കുന്നത്? വായിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പം എന്നിട്ട് പിന്നെ പറയുന്നതൊക്കെ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. എന്തെങ്കിലും കുലബന്ധമോ ആ വാക്കുകൾ തമ്മിലുണ്ടോ നോക്കി. ഒരുത്തന്റെ കുടുമിക്ക് പിടിച്ച് കാലെ വലിച്ച് തറയടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതിന് ദൈവീകതയൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ ഇറങ്ങിയിരിക്കുന്നത് 68 68 വായിച്ചു കഴിഞ്ഞാൽ
അള്ളാഹുവിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് 2-ാം അധ്യായത്തിന് അള്ളാഹു കൃത്യമായിട്ട് പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിനകത്തല്ലയോ സഹോദരന്മാരെ, അധികം സത്യം ചെയ്യുന്നവനെ, ആണയിടുന്നവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, അവൻ കള്ളനും കൊള്ളക്കാരനുമാണെന്നൊക്കെ പറയുന്നത്. ആ അധ്യായത്തിന്റെ 68-ന്റെ ആണ് 66-ന്റെ അല്ലെ, 66-ന്റെ 12 തോന്നുന്നു. എനിവേ, 2-ാമത്തെ കലമാണ് കലം. കലം എന്ന് പറഞ്ഞാൽ പേന, ഇല്ലയോ, പേന. 3-ാമത് ഇറങ്ങിയത് വേറൊരു വാക്കാണ്. ഇങ്ങനെ അധ്യായമാണ്. ഇങ്ങനെ ഈ അധ്യായങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ആ ഇറങ്ങിയ ഓർഡറിൽ മുഹമ്മദിന് പനി പിടിച്ചു. ഉം. ഒരു അധ്യായത്തിന്റെ പേരാണ്. പുതച്ചു മൂടിക്കിടക്കുന്നവൻ ഒരു അധ്യായത്തിന്റെ പേരാണ്. നിങ്ങൾ ഓർക്കണം, ബൈബിളിലെ മത്തായി എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം, പൗലോസ് എഴുതിയ ലേഖനം, ഇത് കേൾക്കുമ്പോൾ മുസ്ലിങ്ങളെ തൊലി അങ്ങ് ഉരിഞ്ഞു പോകുക. ഒരു ദൈവിക ഗ്രന്ഥത്തിനകത്ത് മർക്കോസ് എന്നും പൗലോസ് എന്നൊക്കെ പേര് വരുമോ? അങ്ങനെ കളിയാക്കിയ ചോദിക്കുന്നത്. പക്ഷെ ഇസ്ലാമിന്റെ ഗ്രന്ഥത്തിനകത്ത് പശുവിന് സ്ഥാനമുണ്ട്, ഈച്ചയ്ക്ക് സ്ഥാനമുണ്ട്, പിന്നെ കലം എഴുതാറുണ്ട്, അത്തിമരം എഴുതാറുണ്ട്, പിന്നെ എട്ടുകാലിക്ക് കൈയും കാലും പിടിപ്പിച്ചിട്ട് എഴുതാറുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ. അതിനകത്തൊന്നാണ് പുതച്ചു മൂടിയവൻ, പനി പിടിച്ചവൻ, പശു, എട്ടുകാലി, കാലികള്, തേനീച്ച, ഉറുമ്പ്, മഹത്തായ എന്ന് പറഞ്ഞാൽ നാൽക്കാലിയും ഇഴജാതിയും പർവ്വജാതിയും വരെ ഖുറാൻ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. വേണമെങ്കിൽ അവരത് പറയും, ഞങ്ങളുടെ പുസ്തകത്തിൽ ഇതുപോലെ ഒരു പുസ്തകം നിങ്ങൾ ലോകത്തുണ്ടോ, പശു എഴുതിയിട്ടുണ്ട്, ആന എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറയുമോ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഒരു മഹത്തായ കാര്യമാണെന്ന് പറയാൻ സാധ്യതയുണ്ട്. എനിവേ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ ഓർഡർ നിങ്ങളത് വായിക്കുമ്പോണ്ടല്ലോ, ആദ്യകാലങ്ങളിലൊക്കെ വളരെ മര്യാദനാമനായിട്ട് സംസാരിക്കുന്ന മുഹമ്മദ്, ഞാൻ ഒരു താക്കീതുകാരൻ മാത്രമാണ്, ഞാൻ ഒരു സാധാരണക്കാരനാണ്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞു വരുന്ന മുഹമ്മദ് മദീനൻ ആയത്തുകൾ വരുമ്പോഴത്തേന് എന്ന് പറഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ, ഏതാന്ന് പറയുന്നത്, ഈ പശുവിനകത്ത് തേരപ്പാര ഇട്ടിരിക്കുന്നത് കൂട്ടി നമ്മൾ അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞുണ്ടല്ലോ, പിന്നെ പറയുന്നതെല്ലാം കാച്ചിയേക്കാനാണ്, കീച്ചിയേക്കാനാണ്, തട്ടിയേക്കാനാണ്, വെട്ടിയേക്കാനാണ്, ഇടതും വലതും നിന്ന് വെട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. തല വെട്ടി ആദ്യം മാറ്റണം, പിന്നെ നമ്മൾ ഈ തോരൻ അരിയുന്ന പോലെ കൈകാലുകളും വിരലുകളും ഒക്കെ ഞരിഞ്ഞെടുക്കണം. അത് എന്തിനാണ് അള്ളാഹു എന്ന് ചോദിച്ചാൽ, അത് കണ്ടൊന്ന് സന്തോഷിക്കാൻ. ഈ കൈ വിരലുകളും കൈകാലുകളും ഒക്കെ ഇല്ലാതെ കിടക്കുന്ന ശവം കാണുമ്പോൾ പുള്ളിക്ക് എന്തോ ഒരു രോമാഞ്ച കഞ്ചുകമാണ്. അതിനുവേണ്ടിയാണ് പെടലിക്ക് വെട്ടുക, കൈകാലുകൾ അരിയുക, വിരലൂടെ വെട്ടിക്കളഞ്ഞേക്കാൻ. അങ്ങനെ മഹത്തായ കാരുണ്യത്തിന്റെ കലാപരിപാടികൾ ചെയ്യുവാൻ വേണ്ടി തൻ്റെ അനുഗാമികളായ ഭ്രാന്തന്മാരെ ഏൽപ്പിച്ചുകൊണ്ടാണ് തൗബയൊക്കെ കിടക്കുന്നതെന്നുള്ളതാണ്. തൗബ എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം എന്ന് എൻ്റെ പേര് തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കഴുത്ത് വെട്ടുക, പശ്ചാത്തപിക്കുക. അള്ളാഹു പറയുന്നുണ്ട്, നീ എന്ത് കൊനഷ്ട് കാണിച്ചാലും പശ്ചാത്തപിച്ചാൽ മതി. കഴുത്ത് വിട്ടു, വ്യഭിചരിക്കുവോ, കൊള്ളയടിക്കുവോ, കൊലപാതകം ചെയ്യുവോ, നമ്മൾ റെഡിയാണ്. നീ അങ്ങ് പശ്ചാത്തപിച്ചാൽ, അള്ളാഹുവെ ഒരബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം, പ്രശ്നം തൂത്തുപുള്ളി വെളുകി കളഞ്ഞു. അതാണ് അത്ര കാരുണ്യമുള്ള പുള്ളിയാണ് അള്ളാഹു എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ മുസ്ലിങ്ങൾ ആരെങ്കിലും ഈ തരത്തിൽ ഈ ഖുറാൻ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ഒന്ന് വായിക്കണം. വായിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഇത് എന്തുവാണ് ഈ പുസ്തകം എന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ ഓർഡർ ഒന്നും നിങ്ങളാരും പ്രതീക്ഷിക്കണ്ട. അത് ഓർഡറല്ല. പിന്നെ ഒരു ദൈവിക ഗ്രന്ഥമല്ല ഇത്. ഇതൊരു ദൈവിക ഗ്രന്ഥമല്ല. കാരണം അതിന്റെ ഉള്ളടക്കം, പിന്നെ അതിന്റെ വിശദീകരണങ്ങളെ, അത് ലോകത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റുകളെ, ഇന്ന് ലോകത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ നാട്ടിലേക്ക് വിടാൻ വേണ്ടി എയർപോർട്ടിൽ പോയി. എയർപോർട്ടിൽ ചെന്നപ്പോൾ ഭയങ്കര തിരക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഉറക്കെ ഒരൊറ്റ വിളി, അള്ളാഹു അക്ബർ എന്നൊരൊറ്റ വിളി വിളിച്ചാൽ മതി, ഈ തിരക്കെല്ലാം പറന്ന് റോഡി വരും. ആൾക്കാർ പിള്ളേരെയും പിറുങ്ങണീസിനെയും പെട്ടിയും പ്രമാണവും എല്ലാം വാരി ദൂരെ എറിഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടമാണ്. 5-ാം നിലയിൽ നിന്നുള്ളവൻ താഴെ ചാടി ചത്തുകളയും. അതുപോലെ ഓടും. കാര്യം അത്ര മഹത്താണ് ആ വ്യക്തിയുടെ ശബ്ദം, ആ വ്യക്തിയുടെ നാമം. അള്ളാഹു എന്ന് പറയുന്ന ശക്തിയുടെ നാമം കേൾക്കുന്ന മാത്രയിൽ മനുഷ്യൻ പ്രാണനും വാരി കൈ പിടിച്ചുകൊണ്ട് കണ്ടം വഴി ഓടും. അത്രയ്ക്ക് സമാധാനമാണ് ഇവർ ഇന്ന് ലോകത്തിൽ വിതറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഖുറാൻ യുക്തിഭദ്രമല്ല. അതാണ് നമ്മൾ കെട്ടിഞ്ഞ് കാക്കാമാര്. അത് കറക്റ്റാണ് കേട്ടോ. ഒരർത്ഥത്തിലും ഖുറാനെ നമുക്ക് യുക്തി കൊണ്ട് അളക്കാൻ പറ്റത്തില്ല, ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റത്തില്ല, സാമാന്യ ബോധം കൊണ്ട് അളക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ വെച്ച് അളന്നാലും, ഏതൊക്കെ വെച്ച് അളന്നാലും തോറ്റു. പിന്നെ ആകെ ഉള്ളത് ചാണകത്തല വെച്ച് മാത്രം അളക്കുക. അത് ഭയങ്കര യുക്തിഭദ്രമാണ് ചാണകത്തലയ്ക്ക്.
അത് വെച്ച് അളന്നു കഴിയുമ്പോൾ ഇത് കൃത്യമാണ്, അത്ഭുതമാണ്, മാഹാത്മ്യമാണ്, മനോഹരനാണ്, മഹത്തരമാണ്, എല്ലാം നമുക്ക് കാരുണ്യമാണ്, ഇതെല്ലാം നമുക്ക് പറയാം. പക്ഷെ സാമാന്യ ബുദ്ധിയോ സാധാരണ തലച്ചോറോ യുക്തിയോ ഭദ്രതയോ ഒന്നും വെച്ച് ഇതിനെ അളക്കാൻ പാടില്ല. അളന്നു പോയോ നമ്മൾ കാലുവാരി തറയെറിഞ്ഞു കളയും. ഇനി അളക്കാനുള്ള മാനദണ്ഡമാണ് പറഞ്ഞത്, വെറും ഒട്ടക ചാണകം വെച്ചുകൊണ്ട് അളക്കുക, ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങൾ ഈ ഒരു വാചകം നിങ്ങൾ കേട്ടെ, ഒരു ഒരു ഭാര്യ, മുഹമ്മദിന്റെ ഒരു ഭാര്യയുടെ വീട്ടിൽ ഇയാള് മുഹമ്മദ് ചെല്ലുന്നു. ഓരോരുത്തരോട് ചെല്ലണമല്ലോ, പടിയുണ്ടല്ലോ ഇയാൾക്ക്. അപ്പൊ അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഭാര്യയോട് പറയുന്നു നിന്റെ അപ്പം വിളിക്കുന്നത്. ഉടനെ അപ്പൻ വിളിക്കുന്ന കണ്ടോണ്ട് അവൾ അങ്ങോട്ട് പോയി. ആ സമയം തോക്കി ഇനി ബാക്കിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഇത് മഹാനായ വിശുദ്ധനായ ഒരു ഒരു വലിയ ഉസ്താദിന്റെ തിരുവചനങ്ങളാണ്. തിരുമേനി തിരുവേലക്കാരി തിരുമരിയെടുത്ത് ചെന്നു. തിരുമാര്യത്തിനെ കണ്ടപ്പോഴത്തന്നെ തിരുമേനിയുടെ തിരു കൺട്രോൾ അങ്ങ് പോയി. തിരുമേനിയുടെ തിരുഭാര്യ ഹഫ്സയെ പറഞ്ഞ് തിരുമേനിയുടെ തിരു അമ്മായിയപ്പന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടിട്ടാണ് തിരുമേനി തിരുവേലക്കാരിയെ കയറി പിടിച്ചത്. തിരുവേലക്കാരിയെ പിടിച്ച് കട്ടലിൽ പോയി. തിരുമേനി തിരുകാര്യം സാധിച്ച് തിരുമേനിയുടെ തിരുവിഷമം തീർക്കുന്നതിന് മുമ്പ് ഭാര്യ തിരിച്ചു വരികയും ചെയ്തു. അതോടെ തിരുമേനിയുടെ തിരു കൺട്രോൾ പോവുകയും തിരുമേനിയുടെ തിരുഭാര്യമാരെല്ലാം കൂടെ കൂടി തിരുമേനിയെ തിരുവഞ്ഞിക്കിടുകയും ചെയ്തു. തിരുവഞ്ഞിക്കിട്ട ഭാര്യമാരുടെ മുമ്പിൽ തിരുമേനി തിരുകാലുകളും തിരുക്കൈകളും കൂപ്പി നിന്നുകൊണ്ട് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് തിരുമേനിയെ തിരുഭാര്യമാർ ഉപദ്രവിക്കരുത്. അത് കേട്ടറിനെ അവളുമാര് അന്ന് നിർത്തി, തിരുഭാര്യമാര് നിർത്തിയില്ല. അതിന്റെ പേരിൽ തിരുമേനി ഒരു തിരു ഓത്തെടുത്തു, ഒരു തീരുമാനം എടുത്തിട്ട് പറഞ്ഞു, മേലാൽ ഞാൻ ഈ മാര്യത്ത് എന്ന് പറയുന്ന തേന്റെ അടുത്തോട്ട് വരിക പോലുമില്ല, കുടിക്കത്തുമില്ല, നോക്കത്തുമില്ല, ടേസ്റ്റ് ചെയ്യത്തുമില്ല. അത് കേട്ടപ്പോഴത്തേന് തിരുഭാര്യമാർക്ക് തിരുസന്തോഷമായി. അല്പം കഴിഞ്ഞപ്പോഴത്തേന് തിരുമേനിയുടെ തിരുവള്ളാഹു സ്വർഗത്തിലല്ല എവിടോ ഇരിക്കുന്നുണ്ട്, വെള്ളത്തിന്റെ പുറത്തങ്ങടെ ഇരിക്കുന്നത്. അവിടെ നിന്ന് തിരുവെള്ളത്തിൽ നിന്നും സുരിതമാതൽ നിന്ന് ഇറങ്ങി തിരുപ്പേപ്പർ എടുത്ത് തിരുപ്പേന കൊണ്ട് ഒരു എഴുത്തെഴുതി തിരുമേനി അടുക്കിലേക്ക് കൊടുത്തു വിട്ടു. ആ തിരുവായത്ത് വായിച്ച് തിരുമേനി രക്ഷപ്പെട്ടു. എന്താണ്? തിരുവള്ളാഹു തിരുമേനിക്ക് തന്നിരിക്കുന്ന സേനക്ക് ഭാര്യമാരുടെ തിരുനിർബന്ധം കൊണ്ട് തിരുമേനി തിരുഉപേക്ഷ നടത്തരുത്. തിരുമേനിക്ക് തിരുവള്ളാഹു തിരു അനുവാദമാണ്, അതുകൊണ്ട് നീ ആസ്വദിച്ചുകൊള്ളുക. അന്നു മുതൽ തിരുമേനി തിരുവേലക്കാരിയെ ആസ്വദിക്കാൻ തുടങ്ങിയതിന്റെ അനന്തരഫലമായി ഒരു കൊച്ചു ഉണ്ടായി. ആ കൊച്ചിന്റെ പേര് തിരു ഇബ്രാഹിം എന്നുള്ളതാകുന്നു. അപ്പൊ ഇത്രയും മഹത്തായ കാര്യം നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക. ലോകത്ത് ഏതെങ്കിലും മതത്തിൽ കാണുമോ ഈ ചെയ്ത തിരുനീച പ്രവൃത്തിയെ തിരുപ്രവൃത്തിയായി കാണുന്ന ഈ തിരു മുസ്ലിങ്ങളെ നമ്മൾ ഏത് യുക്തിയുടെയും ബുദ്ധിയുടെയും അളവുകോൽ വെച്ചുകൊണ്ട് നമുക്ക് അളക്കാൻ പറ്റും? നമുക്ക് അളക്കാൻ പറ്റുന്നത് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ ഇതൊരു വൃത്തികെട്ടവനാണെന്ന് ഒറ്റ വാക്കി പറയും. അത് കഴിഞ്ഞ് മറ്റൊരു ഹബീബായ തിരുമേനി, ഹബീബായ റോഡിലൂടെ ഹബീബായ തിരുമേനിയുടെ നടന്നു പോകുമ്പോൾ മുസ്ലിങ്ങളിൽപ്പെട്ട ഏതോ ഒരു ഹബീബിയും കൂടെ ഓപ്പോസിറ്റ് സൈഡിലൂടെ വരുന്നത് കണ്ടു. ഇത് പറയുന്നത് അതിനേക്കാൾ ശ്രേഷ്ഠനായ ഒരു ഹബീബാണ്. ഹബീബ് പറയാണ്, അതിലെ വരുന്ന സമയത്ത് ഹബീബായ മുഹമ്മദിന് ആ മറ്റേ ഹബീബിന്റെ ഭാര്യ ഹബീബിയെ കണ്ടുടനെ ഈ ഹബീബിന്റെ കൺട്രോൾ പോയി. കൺട്രോൾ പോയടനെ ഈ മുഹമ്മദ് ഹബീബ് പറഞ്ഞു, മറ്റേ ഹബീബിനോട് പറഞ്ഞു, ഹബീബെ നീ അങ്ങ് പൊക്കോ, ഹബീബി നീ അവിടെ നിൽക്കൂ. അങ്ങനെ പറഞ്ഞ് ആ ഹബീബിയെ കൈക്ക് പിടിച്ചോണ്ട് ഈ വലിയ ഹബീബി പോന്ന കണ്ടുകൊണ്ട് കൊച്ചു ഹബീബി ഗോപിയും വരച്ചു പോന്ന കണ്ടു. ഇത് ഞങ്ങളുടെ പ്രവാചകന്റെ മഹത്തായ ഹബീബി പ്രവർത്തനമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു സഹോദരങ്ങളെ? നിങ്ങൾക്കിതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാൻ പറ്റുമല്ലോ ഇതൊരു ഭയങ്കര മഹത്തായ അതിമഹത്തായ തിരുമേനിയുടെ തിരുകാര്യങ്ങളാണെന്നുള്ള കാര്യം. ഇതിനെ നിങ്ങൾ യുക്തി വെച്ച് അളന്നാൽ നിങ്ങൾ പൊട്ടന്മാരാണ്. നിങ്ങൾക്ക് ആകെ അളക്കാൻ പറ്റിയത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചാണകത്തല വേണം ഇതൊക്കെ അളക്കാൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതുകൊണ്ട് യുക്തി വെച്ചെന്നുള്ള വാക്ക് പണ്ടേ എടുത്ത് കളയുക. എന്നിട്ട് ഇങ്ങനെ തിരുമേനിയുടെ തിരുപ്രവർത്തികൾ നിങ്ങളിങ്ങനെ മുസ്ലിങ്ങളെ സഹോദരന്മാര് ഈ തിരുപ്രവർത്തികൾ ബോധവും പൊക്കണമുള്ള മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തെ ഓർത്ത് മൈക്ക് വെച്ച് പ്രസംഗിക്കരുത്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ നിങ്ങളുടെ അകത്ത് തന്നെ മൈക്ക് വെച്ചിട്ട് ശബ്ദം പുറത്തു പോകാതിൽ സൗണ്ട് പ്രൂഫ് ആക്കിയതിനു ശേഷം ഈ തിരുമേനിയുടെ തിരുപ്രവർത്തികളെല്ലാം തിരുശിഷ്യന്മാർക്ക് പറഞ്ഞു കേൾപ്പിക്കുക. നല്ല ട്യൂണിൽ തന്നെ പറഞ്ഞു കേൾപ്പിക്കുക.
നമ്മുടെ ഇങ്ങനെ ചെയ്താൽ അതൊരു തിരുപ്രവർത്തനമാണെന്നുള്ള നിങ്ങളുടെ തിരുപ്രവർത്തനം കൊണ്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. താങ്ക് യു വെരി മച്ച്. അല്ല പാസ്റ്റർ, അതേ ഇത് മുഹമ്മദിനെ നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ തന്നെ രണ്ടായി പഠിക്കണ്ടേ? മക്ക കാലഘട്ടങ്ങളിൽ വലിയൊരു പ്രശ്നമില്ലാത്ത കാലഘട്ടമായിരുന്നല്ലോ 13 വർഷക്കാലം. ഈ 13 വർഷക്കാലം വലിയൊരു പ്രശ്നങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ ആരെയും വലിയതായിട്ട് ഉപദ്രവിക്കുന്നില്ല മുഹമ്മദ്. അവിടുന്ന് ഈ ഇസ്ലാം മതം ഇങ്ങനെ മുഹമ്മദ് പ്രചരിപ്പിച്ചെങ്കിലും അറബികളും അതുപോലെ തന്നെ